CPPR ഇലക്ഷൻ സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗൗതം കെ, പ്രോജക്ട് അസോസിയേറ്റ്, സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ച്. കേരളം വീണ്ടും മറ്റൊരു ഇലക്ഷന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. നാളെ ഇതേ നേരത്ത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി എന്നിവയടങ്ങുന്ന 5 ജില്ലകളിലെ ജനങ്ങൾ അവരുടെ സമ്മതിദാനാവകാശം ഉപയോഗിച്ചിട്ടുണ്ടാവുമായിരിക്കും. എത്തവണത്തെയും പോലെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിറഞ്ഞതും ചൂടുപിടിച്ച രാഷ്ട്രീയ ചർച്ചകളാലും കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ശബ്ദമുഖരിതം തന്നെയാണ്. ഈ ഒരു അവസരത്തിൽ 3 ഘട്ടങ്ങളിലായി ഡിസംബർ 8, 10, 14 എന്നീ തീയതികളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളെ പറ്റിയും പ്രസ്തുത മുന്നണികളുടെ സാധ്യതകളെ പറ്റിയും കേരളത്തിലെ നിലവിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷത്തെ പറ്റിയും ചർച്ച ചെയ്യേണ്ടത് അനിവാര്യതയല്ലേ? ഈ അനിവാര്യത തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയവും. പ്രസ്തുത വിഷയത്തിലുള്ള ചർച്ചയ്ക്കായി നമ്മോടൊപ്പം ചേരുന്നത് കേരള യൂണിവേഴ്സിറ്റി പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ HODയും കേന്ദ്ര സർവകലാശാലയുടെ വൈസ് ചാൻസലറുമായിരുന്ന പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനും അതിലുപരി CPPRന്റെ ഉപദേശകനുമായിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ G. ഗോപകുമാർ. സ്വാഗതം സർ. നമസ്കാരം. CPPRന്റെ അക്കാഡമിക് ഡയറക്ടറായിട്ടുള്ള പ്രൊഫസർ KC അബ്രഹാം സർ. സ്വാഗതം സർ. താങ്ക് യു. CPPRന്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ D. ധൻരാജ്. വെൽക്കം സർ. ഇന്നത്തെ ചർച്ചയിൽ നമ്മളുടെ മോഡറേറ്റർ ആയിട്ടുള്ളത് അബ്രഹാം സാറാണ്. ഞാൻ അബ്രഹാം സാറിന് കൈമാറുന്നു. സർ. So happy reunion. Welcome to everybody. എന്റെ ചിരകാല സുഹൃത്തായ ഡോക്ടർ ഗോപകുമാർ സാറിനെ നമുക്ക് നമ്മുടെ സാറൊരു അതോറിറ്റിയാണ് ഓൺ ഇലക്ഷൻ സ്റ്റഡീസിൽ. കേരളത്തിലെ ഇലക്ഷൻ സ്റ്റഡീസിന്റെ സെഫോളജിയുടെ പിതാമഹൻ സാറിനെ നമുക്ക് വിശേഷിപ്പിക്കാം. സാറായിരുന്നു കോർഡിനേറ്റർ CS-DS-ന്റെ കേരള കോർഡിനേറ്റർ സാറായിരുന്നു. വളരെ സൂക്ഷ്മമായി ആ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പിനെ പറ്റി പഠിക്കുകയും ചില അതിനെപ്പറ്റിയുള്ള പ്രൊജക്ഷൻസ് ആധാരികമായിട്ട് നടത്തുകയും ചെയ്ത സാറിൻ്റെ നേതൃത്വ ടീമായിരുന്നു. അപ്പോൾ കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ പറ്റി സാറിനോടും അവഗാഹമുള്ള വേറെ ആളില്ല. അതുപോലെ തന്നെ ഡോക്ടർ ധനരാജ് എല്ലാ തെരഞ്ഞെടുപ്പുകളും ലോക്കൽ മുതൽ ഇന്റർനാഷണൽ വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ സത്യഭൂമി തെളിവ്. അപ്പോ നമ്മുടെ മുൻപിലുള്ള ഇന്നത്തെ ചർച്ചാ വിഷയം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി, ഇതിന്റെ ഗതിവിഗതികൾ, ഇത് എങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ ഉത്സവമായിട്ടാണ് ഞങ്ങൾക്ക് വിളിക്കുന്നത്. കേരളത്തിലെ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും വളരെ പ്രസക്തിയുള്ളതാണ്. അതിനെ ഒന്ന് ഹോട്ട്ലി കണ്ടസ്റ്റഡ് എന്ന് പറയാം. ജനാധിപത്യത്തിന്റെ സജീവമായ ഒരു പ്രകടനമാണ് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളും, നമ്മുടെ പഞ്ചായത്തും നമ്മുടെ കോർപ്പറേഷൻസും മുനിസിപ്പാലിറ്റി. ശരിക്കും അതിനെ നമുക്ക് ജനകീയ ജനാധിപത്യം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കാരണം ജനങ്ങൾ നേരിട്ട് ഭരണക്രമത്തിൽ പങ്കെടുക്കുന്ന ഒരു വ്യവസ്ഥയാണ് നമ്മുടെ തദ്ദേശ. അതുകൊണ്ട് തന്നെ അതിന് പ്രസക്തിയുണ്ട്. കേരളത്തിന്റെ തദ്ദേശ ഭരണ സംവിധാനം ഇതിനെ പലതരത്തിൽ വിളിക്കും. ജനകീയ പങ്കാളിത്തം കൊണ്ട് തന്നെ ഇതിന് പല വിശേഷങ്ങളുണ്ട്. ജനകീയ ആസൂത്രണം, വികസനത്തിൽ ജനങ്ങൾക്കുള്ള പങ്ക്, ഇതൊരു മോഡൽ തന്നെയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, കേരള ജനകീയ ആസൂത്രണം സിസ്റ്റം
അതിനുശേഷം 5 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത് 6ാമത്തെ തെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പ് വളരെ വളരെ പ്രസക്തമാണ്. അതിന് രാഷ്ട്രീയമായ പല മാനങ്ങളും ഞാൻ മുമ്പ് പറഞ്ഞ ഹോട്ട്ലി കണ്ടസ്റ്റമാണ്. കാരണം മലയാളിയുടെ രക്തത്തിൽ രാഷ്ട്രീയമുണ്ട്. നമ്മൾ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ പോലും അവരിലും ഉള്ള ഒരു രാഷ്ട്രീയ ചായ. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഈ പ്രകടമായ രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാന്നുള്ളൂ അർത്ഥം. ഏതാണ്ട് 70-75% ആൾക്കാരുടെ സജീവമായ രാഷ്ട്രീയ വിചാര വികാരങ്ങൾ ഉള്ളവരാണ് മലയാളി. എനിക്ക് തോന്നുന്നതല്ല, എന്റെ വിശ്വാസം. അപ്പൊ ഈ കേരള മോഡൽ ജനകീയ തദ്ദേശീയ ഭരണ സംവിധാനം ഇതിന് വളരെ പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. വേറെ എങ്ങുമില്ലാത്ത വിധം ജനങ്ങളുമായിട്ട് നേരിട്ട് ഉള്ള ഒരു ലിങ്കാണ് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2-3 കലാമിറ്റീസ്, നാച്ചുറൽ കലാമിറ്റീസ്, പിന്നെ പാൻഡമിക്, അത് കേരള സർക്കാർ, കേരള ഗവൺമെന്റ് ജനങ്ങളിലേക്ക് എത്തിച്ചത് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തും നമ്മുടെ ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റി അവരാണ് ജനങ്ങളെ കെയർ ചെയ്യും. നമ്മുടെ 2 വെള്ളപ്പൊക്ക ദുരന്ത സമയത്തും അതിനുശേഷം ഈ പാൻഡമിക്കിൽ കോവിഡ് കാലത്തും, അതായത് പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് രോഗികളെ ട്രേസ് ചെയ്യുക, അത് കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്തിന്റെ കടമയാണ് അവർക്ക് ഭക്ഷണം എത്തിക്കുന്നതും വരെ. ക്വാറന്റൈനിൽ ഇരിക്കുന്ന വ്യക്തികളെ നിരീക്ഷിക്കുക, അവരെ ഗൈഡ് ചെയ്യുക. ഇപ്പൊ എങ്ങനെ ഈ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു, അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് പങ്കെടുക്കാനും സ്വന്തമായിട്ട് ജനങ്ങൾക്ക് തീരുമാനിക്കാം. എൻ്റെ വാർഡില്, എൻ്റെ ഗ്രാമത്തിൽ എന്തെല്ലാം വികസനങ്ങൾ വേണം എന്ന് തീരുമാനിക്കാനുള്ള പ്രത്യക്ഷമായ അവകാശം. ആ അവകാശം വളരെ സജീവമായി പ്രയോഗിക്കുന്ന ഒരു ഭരണക്രമമാണ് നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം. അത് മലയാളിയുടെ ഒരു അഭിമാനം കൂടിയാണ്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 40% നമ്മുടെ കേരള ഗവൺമെന്റ് റവന്യൂ, ബഡ്ജറ്റ് റവന്യൂ നീക്കി വെച്ചിരിക്കുന്നു. ഇത് ലീഗലി ബൈൻഡിങ് ആണ്. ഏത് ഗവൺമെന്റ് വന്നാലും ഞാൻ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാരണം അല്ലെങ്കിൽ ആരോപണങ്ങൾ, ഞാൻ ആരോപണങ്ങൾ പറയുന്നുള്ളൂ, പറയാതിരിക്കുന്നല്ലോ. അപ്പൊ ശക്തമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നു. രണ്ടാമതായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഇനി വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനുള്ള ടെസ്റ്റ് ഡോസ് ആയിരിക്കും. അതിന് നാന്ദിയായിരിക്കും കാണുന്നത്. കഴിഞ്ഞ മിക്കവാറും എല്ലാ തെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് വ്യക്തമായി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊരു ചൂണ്ടുപറൽ കൂടി. അപ്പൊ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ചർച്ച തുടങ്ങാം. ഞാൻ കഴിഞ്ഞ 2015 തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. വലിയ മാർജിനൊന്നും, വലിയ വ്യത്യാസമില്ലായിരുന്നു, പക്ഷെ എന്താ വ്യത്യാസം ഉണ്ടായിരുന്നു. LDF-ന് കൃത്യമായ ഒരു മുൻതൂക്കം കിട്ടിയ തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ്. ആകെ 91 പഞ്ചായത്തുകളിൽ LDF-ന് UDF-ന് 365.
152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDF 14 ഡിസ്ട്രിക്ട് പഞ്ചായത്തുകളിൽ 44 UDF-ഉം 41 UDF-ഉം 44 LDF-ഉം. ആകെയുള്ള കോർപ്പറേഷൻ കേരളത്തിൽ 6 അത് 4 LDF-ഉം 2 UDF-ഉം. നമ്മൾ വോട്ടിംഗ് ശതമാനം പറയുകയാണെങ്കിൽ വലിയ വ്യത്യാസമില്ല. 37+% LDF-നും 37% UDF-നും. BJP-ക്ക് 13%. പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞ് 12 ചെറുക്കുവാറൊക്കെ ഇവരുടെ സ്വതന്ത്രന്മാർ കിട്ടുന്ന വോട്ടുകളാണ്. ഒരു പക്ഷേ അതിന്റെ മേജർ ട്രെൻഡ് അതിന്റെ ഭൂരിഭാഗം ഏതെങ്കിലും മുന്നണിക്ക് പോയി ഇരിക്കാൻ വികൃതമായിട്ട് കണക്ക്. ഇതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ. അതിനുശേഷം പിന്നീട് വന്ന തെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ ബഹുദൂരം LDF പോവുകയും വൻ വിജയം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDF അവർ നേടുകയും. ഇത് വെച്ച് എൻ്റെ ആദ്യത്തെ വിഷയം ചർച്ചയ്ക്കാണ് അവതരിപ്പിക്കുന്നത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് തികച്ചും രാഷ്ട്രീയമാണോ? രാഷ്ട്രീയമായ ചില ഘടകങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. നോൺ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. ഉദാഹരണത്തിന് ലോക്കൽ ലീഡർഷിപ്പ്. കഴിഞ്ഞ ഭരണ സംവിധാനം ഇപ്പോൾ പഞ്ചായത്ത് സമിതിയോ ജില്ലാ പഞ്ചായത്തോ അവരുടെ പ്രകടനത്തെ ടെസ്റ്റ് ചെയ്യുന്ന പരീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അപ്പൊ ഇതൊരു രാഷ്ട്രീയമായ ഫൈറ്റാണോ, രാഷ്ട്രീയമായ ഒരു മത്സരമാണോ, അതോ കൂടുതലായിട്ട് അരാഷ്ട്രീയമായ ഘടകങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നു? നമ്മുടെ ഗവർണർ സാറ് തന്നെ തുടങ്ങാം. ഇതോടൊപ്പം തന്നെ ഒരു രണ്ടാമത്തെ കാര്യം കൂടി ഈ തെരഞ്ഞെടുപ്പ് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂണ്ടുപറിയാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ബാബുകുമാർ സാറ് എനിക്ക് കേട്ടോ? സാർ എന്റെ ചോദ്യം കേട്ടായിരുന്നോ? സാറ് കേട്ടായിരുന്നോ? ഹലോ, എന്റെ ചോദ്യം കേട്ടായിരുന്നോ? ഒന്നുകൂടി ആ ചോദ്യം ഒന്നും കൂടെ ഒന്ന് പറയാമോ? ആദ്യത്തെ ചോദ്യമായിരുന്നെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചു. ഈ നെറ്റ്വർക്കിൽ കിട്ടിയ ഒരു ചോദ്യമാണോ നിലവിലുള്ള? അതായത് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂടെ തെരഞ്ഞെടുപ്പ് അതും തികച്ചും പൂർണ്ണമായ ഒരു രാഷ്ട്രീയ. മനസ്സിലായി, ഞാൻ പറയട്ടെ. മനസ്സിലായി, ശ്രദ്ധിച്ചു. ഹലോ, കേൾക്കാമോ? കേൾക്കാം. നമ്മള് പബ്ലിക് പോളിസി വിദ്യാർത്ഥികളും അധ്യാപകരും എന്നുള്ള നിലയിൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കേണ്ടതുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അരാഷ്ട്രീയമായ ഒന്നുമില്ല, എല്ലാം രാഷ്ട്രീയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരത്തിൽ വ്യത്യാസം കാണും. ചിലപ്പോൾ അത് പ്രാദേശിക പ്രശ്നങ്ങളായിരിക്കും മുൻപന്തിയിൽ വരുന്നത്. പക്ഷെ അതുകൊണ്ട് അതിൽ രാഷ്ട്രീയമില്ല എന്നല്ല. എൻ്റെ ആർഗ്യുമെന്റ് ഇത്രയേ ഉള്ളൂ, എല്ലാ രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയമല്ല. ഇപ്പോൾ പ്രാദേശിക വികസന പ്രശ്നങ്ങളൊക്കെ വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പരമ്പരാഗതമായി നമ്മൾ കാണുന്ന ഇടത് വലത് മുന്നണി എന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ബൈപോളാർ കോalition പൊളിറ്റിക്സിനെ, ആ ഇഷ്യൂസിനെ, അവിടെ വരുന്ന നയപരിപാടികളെ, അതിൻ്റെ ഒരു തനിയാവർത്തനമാണ്
ഈ തെരഞ്ഞെടുപ്പ് എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എൻ്റെ റീഡിങ്ങിൽ ജനങ്ങൾക്ക് പ്രാദേശിക വികസന പ്രശ്നങ്ങൾക്ക് കാര്യമായ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് 25 വർഷത്തോളമായി നമുക്ക് വികേന്ദ്രീകരണം ശക്തിപ്പെട്ട് ജനാധിപത്യ വികേന്ദ്രീകരണ സ്ഥാപനങ്ങൾ വേരോടി തുടങ്ങിയിട്ട്, അതുകൊണ്ട് തന്നെ വികസനം എന്ന് പറഞ്ഞ ഒരു മൾട്ടിഫേസഡ് കൺസെപ്റ്റാണ്. അതിനകത്ത് സാമൂഹിക പ്രശ്നം, പാരിസ്ഥിതിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, സാംസ്കാരിക പ്രശ്നം, തൊഴിലില്ലായ്മ, ഭക്ഷ്യസുരക്ഷ എല്ലാം വരും. ഈ വികസനം പ്രാദേശികമായി കാണുന്ന കാഴ്ചപ്പാടിൽ ജനങ്ങൾക്ക് അവരോട് ഉതകുന്ന ഇല്ലെങ്കിൽ നന്നായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ ഗ്രാമപഞ്ചായത്തിലായാലും ബ്ലോക്കിലായാലും ജില്ലയിലായാലും കോർപ്പറേഷനിലായാലും എല്ലാം ആ രാഷ്ട്രീയ സംസ്കാരത്തിൽ കൂടി കാണുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ ഈ തിരഞ്ഞെടുപ്പിൽ ഉള്ളത് കൊണ്ട് ഈ തിരഞ്ഞെടുപ്പിന്റെ തനിയാവർത്തനമായിരിക്കില്ല അസംബ്ലി തിരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. നമുക്കതറിയാം, പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 20 സീറ്റിൽ 19 UDF നേടിയ ആ പാരാമീറ്റർ വെച്ച് നമുക്ക് ഈ തിരഞ്ഞെടുപ്പിനെയോ അസംബ്ലി തിരഞ്ഞെടുപ്പിനെയോ കാണുന്നില്ല. ചുരുക്കത്തിൽ രാഷ്ട്രീയമുണ്ട്, പക്ഷേ പരമ്പരാഗത കക്ഷി രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് കാണാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ വിവാദ വിഷയമായി വന്നിരിക്കുന്ന പല കാര്യങ്ങൾ, സ്വർണ്ണക്കള്ളക്കടത്ത്, ശിവശങ്കറിന്റെ പ്രശ്നം, ഇതൊന്നും പ്രാദേശിക വികസനത്തിൽ വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല. പക്ഷെ അതേസമയം പെൻഷൻ വർദ്ധിപ്പിച്ചത്, റേഷൻ സമയത്തിന് കൊടുത്തത്, അങ്ങനെയുള്ള ഘടകങ്ങൾക്ക് കുറച്ച് വെയിറ്റേജ് വരും. പക്ഷെ എന്നാലും എംഫസിസ് വരുന്നത് പ്രാദേശിക വികസനത്തിനാണ്, റീജിയണൽ ഡെവലപ്മെന്റൽ ഇഷ്യൂസിനാണ് ഈ ഇലക്ഷനിൽ. എൻ്റെ റീഡിങ്ങിൽ കുറഞ്ഞത് 3-2 അങ്ങേറ്റം ഞാൻ 70% വരെ വേണമെങ്കിൽ അതിന് സ്ഥാനം കൊടുക്കും. സ്റ്റേറ്റ് പൊളിറ്റിക്സിനേക്കാൾ റീജിയണൽ ഡെവലപ്മെന്റൽ ഇഷ്യൂസിനാണ് ഈ ഇലക്ഷനിൽ പ്രോമിനൻസ്. പക്ഷെ ഫ്രെയിംവർക്ക് 3 മുന്നണികളും ഉണ്ട്. ആ 3 മുന്നണികളുടെ പ്രകടന പത്രികകളിൽ അസംബ്ലിയിൽ വെച്ച പ്രകടന പത്രികയല്ല ഇവിടെ വച്ചിരിക്കുന്നത്. BJPക്ക് കോർപ്പറേഷനിലേക്ക് പ്രത്യേക പ്രകടന പത്രികകൾ ഇറക്കിയിട്ടുണ്ട്, പൊതുവായൊരു സംസ്ഥാന പ്രകടന പത്രികയില്ല. അപ്പോൾ റീജിയണൽ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ആണ് ഇതിനകത്ത് വരുന്നത്. അതിന് മുൻതൂക്കമുണ്ട്. ആ മുൻതൂക്കം 2/3 ഡെഫിനറ്റ്ലി ഉണ്ട്. ഐ വുഡ് ഈവൻ ഗോ അപ് ടു 70%. ബാക്കിയുള്ളതാണ് സ്റ്റേറ്റ് പോളിറ്റിക്സ്, നാഷണൽ പോളിറ്റിക്സ്. അങ്ങനെ വേണം ഈ തെരഞ്ഞെടുപ്പിനെ കാണണം എന്നാണ്. അത് ചുരുക്കത്തിൽ നല്ലൊരു ഡീസെൻട്രലൈസ്ഡ് ഇലക്ട്രൽ പൊളിറ്റിക്സ് ആണ്. അപ്പൊളിറ്റിക്സ് അല്ല, അരാഷ്ട്രീയമല്ല, കക്ഷി രാഷ്ട്രീയത്തിന് കുറവുള്ള വികസന രാഷ്ട്രീയത്തിന് മുഖമുദ്ര ചാർത്തി കൊടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതനുസരിച്ച് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ കിഴക്കമ്പലത്ത് ഉള്ള 2020 ഉൾപ്പെടെയുള്ള പൊതുസമൂഹ ഗ്രൂപ്പുകൾ മുന്നോട്ട് വന്നതും തിരുവനന്തപുരത്ത് വികസന മുന്നണിയൊക്കെ വന്നത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ്. പക്ഷെ അവർ ഇത് കൊയ്തുകൊണ്ട് പോകുമെന്നൊന്നല്ല ഈ പറയുന്നത്. അവർക്കും കൂടി ഒരു സ്പേസ് ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. മാത്രമല്ല, ഒരു നല്ല കാര്യം, 3 മുന്നണികളും പ്രാദേശിക തലത്തിൽ പുതിയൊരു നേതൃനിരയെ സൃഷ്ടിച്ചു കഴിഞ്ഞു ഈ കഴിഞ്ഞ 25 വർഷത്തിൽ. നമുക്ക് ഓർമ്മയുണ്ട്, 95-ലെ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികളെ, പ്രത്യേകിച്ച് വനിതാ സ്ഥാനാർത്ഥികളെ കിട്ടാതെ നേതാക്കന്മാർ നെട്ടോട്ടം ഓടുകയായിരുന്നു. ഒടുവിൽ നേതാവിന്റെ ഭാര്യ, മകള്, അമ്മ ഇങ്ങനെയുള്ളവരെയൊക്കെ നിർത്തിയൊരു കാലഘട്ടമാണ്. അപ്പൊ അതൊക്കെ മാറി 21 വയസ്സുള്ള ചുരുക്കമുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഒക്കെ മത്സരിക്കുന്നു. പൊതുവിൽ 50 വയസ്സിന് താഴെയുള്ളവർ താരതമ്യേന കൂടുതലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. വികസന പ്രശ്നത്തിന് പ്രാമുഖ്യം നൽകിയുള്ള തിരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷന്റെ ഡീപ്പനിങ്, അത് ആഴത്തിൽ ഇറങ്ങിയതിന്റെ റിഫ്ലക്ഷൻ, അതിന്റെ ഒരു മെച്യൂരിറ്റി ഈ തിരഞ്ഞെടുപ്പിൽ കാണാം. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ലെഫ്റ്റിനാണ് മുൻതൂക്കം ലഭിച്ചു എന്ന് സങ്കല്പിച്ചാൽ പോലും ഞാനത് LDF ഗവൺമെന്റിനുള്ള ഒരു മാൻഡേറ്റ് ആയിട്ട് കാണില്ല. മറിച്ച് നല്ലൊരു മിഷണറിയും കേഡറും ഫ്രെയിംവർക്കും ഉണ്ടെങ്കിൽ, അവരെയാണ് ജനങ്ങൾക്ക് ട്രസ്റ്റ് ആണെങ്കിൽ, ആ ട്രസ്റ്റിനുള്ള ഒരു മാൻഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അല്ലാതെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു മാൻഡേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഇതുവരെയായിട്ടും സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു റഫറൻഡം ആണോ എന്ന ഒരു ചർച്ചയിലേക്ക് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ പോയിട്ടില്ല. എന്നാലും ഗവൺമെന്റിനെ വിമർശിക്കാവുന്ന കാര്യങ്ങളിലൊക്കെ വിമർശിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ ഈ വലിയ കാര്യങ്ങൾ, ഈ കാണുന്ന വലിയ വിവാദ വിഷയങ്ങൾ, ടെലിവിഷനിൽ കാണുന്ന, പത്രങ്ങളിൽ കാണുന്ന വലിയ വിവാദ വിഷയങ്ങൾ, അതിനേക്കാൾ ഉപരി അവരുടെ മുമ്പിലുള്ളത് മാലിന്യ പ്രശ്നം, തൊഴിലില്ലായ്മ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അതുപോലെ
റോഡിൻ്റെയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, മറ്റ് പാലങ്ങൾ. ചുരുക്കത്തിൽ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയതിൻ്റെ എല്ലാ പ്രശ്നവും ഉണ്ട്. പോപ്പുലേഷൻ കൂടുതലാണ്, വാഹനങ്ങൾ കൂടുതലാണ്, കൺസ്യൂമറിസം കൂടുതലാണ്, മാലിന്യം കൂടുതലാണ്. ഇവയെ മാനേജ് ചെയ്യുന്ന ഇഷ്യൂസ് ആണ് ഈ ഇലക്ഷനിൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. ആ പരിസ്ഥിതി പ്രശ്നം ഉൾപ്പെടെ അതാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രാമുഖ്യമുണ്ട്. മൂന്ന് മുന്നണികളും ഇത് മനസ്സിലാക്കി അതിന് പറ്റിയ സ്ഥാനാർത്ഥികളെയാണ് അവർ നിർത്തിയിരിക്കുന്നത്. ചില മേഖലകളിലൊക്കെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെക്കാൾ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്സിന് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അതാണ് കിഴക്കമ്പലം പോലെ 2020യും തിരുവനന്തപുരം വികസന മുന്നണി ഉൾപ്പെടെയുള്ള പുതിയ ഗ്രൂപ്പുകളും രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പം ഞാനിതിനെ ഇങ്ങനെയാണ് കാണുന്നത്. അരാഷ്ട്രീയമല്ല, രാഷ്ട്രീയം തന്നെ. പക്ഷേ ഫ്രെയിംവർക്ക് സ്റ്റേറ്റ് പൊളിറ്റിക്സ് അല്ല, ലോക്കൽ പൊളിറ്റിക്സ്. ഇതാണ് എൻ്റെ ആൻസർ. സാറ് പറഞ്ഞത് ഇത് പ്രാദേശിക വികസന രാഷ്ട്രീയത്തിൽ ഊന്നിയാണ്. ജനങ്ങളെ നേരിട്ട് സ്പർശിക്കുന്ന കാര്യങ്ങളുടെ ഒരു ടെസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനോടുള്ള ജനങ്ങളെ പ്രതികരണമായിരിക്കും തിരഞ്ഞെടുപ്പ്. ഡോക്ടർ ധാനു എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിന്റെ പോസിറ്റിവിറ്റി കേൾക്കത്തില്ല, കുറച്ചുകൂടി സൗണ്ടിൽ പറയണം. ഗോപകുമാർ സാർ പറഞ്ഞതിനോട് ഏറെക്കുറെ യോജിക്കുന്നു. കാരണം സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ നമ്മുടെ പ്രാദേശിക തലത്തിലേക്ക് വരുമ്പോൾ, കാരണം നമ്മുടെ CPPRന്റെ തന്നെ കുറച്ചധികം വിദ്യാർത്ഥികള് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും നമുക്ക് ഫീഡ്ബാക്ക് തരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഫീഡ്ബാക്കിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം, മുഖ്യമായ വിഷയങ്ങള് പ്രാദേശിക തലത്തിൽ ചർച്ച ചെയ്യുന്നത് സംസ്ഥാന തലത്തിലെ പ്രശ്നങ്ങളല്ല എന്ന് തന്നെയാണ് നമുക്ക് ഇന്നുവരെ കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്കുകൾ. എല്ലാവരും ചർച്ച ചെയ്യുന്നത് പ്രാദേശിക പ്രശ്നങ്ങളാണ്. അവിടെ സംസ്ഥാന ഗവൺമെന്റ് അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അലിഗേഷൻസ്, കേസുകള്, കോടതി കേസുകള്, റെയ്ഡുകള്, ഇതൊന്നും പ്രാദേശിക തലത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല എന്നാണ് നമുക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഗോപകുമാർ സാറുമായിട്ട് യോജിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ കൂട്ടി വായിക്കാനും ശ്രമിക്കുന്നു. ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങളും സംസ്ഥാന തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങളും സംസ്ഥാന പ്രശ്നങ്ങളെ പോലെ തന്നെ പ്രാദേശിക തലത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മുടെ മലബാറില് പ്രത്യക്ഷമായി CAA കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ഈ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ. അവിടെ ഇവിടെയൊക്കെ സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വ്യക്തമായ രീതിയിൽ അല്ലെങ്കിൽ ഡോമിനേറ്റിംഗ് ഇലക്ഷൻ ഇഷ്യൂസ് ആയിട്ട് നമ്മുടെ നാഷണൽ ഇഷ്യൂസ് മാറിയിട്ടില്ല. എല്ലാവരും ചർച്ച ചെയ്യുന്ന പ്രാദേശിക പ്രശ്നങ്ങളും പ്രാദേശിക വികസന സംവാദങ്ങളും ഒക്കെയാണ് പോകുന്നത്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പേര് പ്രാദേശിക തലത്തിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ കുടുംബശ്രീയുടെ ഒരു കണക്ക് തന്നെ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുന്ന ഏകദേശം 15,000 അവരുടെ പ്രവർത്തകര് ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ പല മുന്നണികളിലായിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നാണ്. അപ്പോൾ ഇവരെല്ലാവരും പ്രാദേശിക തലത്തിൽ നിന്ന് വന്നതാണ്. അവർക്കൊരിക്കലും സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങള് ചർച്ച ചെയ്യാൻ ആ രീതിയിലേക്ക് ഈ ഇലക്ഷനെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല പ്രതിപക്ഷ കക്ഷികളായ രണ്ട് മുന്നണികളും BJP നേതൃത്വം കൊടുക്കുന്ന NDA ആയാലും കോൺഗ്രസ് നേതൃത്വം UDF ആയാലും അവര് സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പ്രാദേശിക തലത്തിൽ ആ പ്രശ്നങ്ങളൊന്നും അധികം ചർച്ച ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിന്റെ ഇത് കഴിഞ്ഞ തവണ ഒരു ചെറിയൊരു ലാഞ്ചന കണ്ടതാണ്. അതായത് ചില സ്ഥലങ്ങൾ, എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചില ആൾക്കാർ മത്സരിച്ചു. അതേപോലെ 2016 ഇലക്ഷന്, നിയമസഭ ഇലക്ഷനിൽ ചില സ്ഥാനാർത്ഥികളെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ടും അല്ലാതെയൊക്കെ മത്സരിച്ചു. ഈ പ്രാവശ്യം അതിന്റെ ക്രമം, അതായത് അതിന്റെ ഒരു പ്രൊപ്പോർഷൻ കൂടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ, പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഇവൻ മലബാറിൽ പോലും നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് പ്രാദേശിക കൂട്ടായ്മകളുടെ സ്ഥാനാർത്ഥികൾ ഒരുപാട് പേര് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരുന്നത്,
അവരെ ഈ പ്രാദേശിക കൂട്ടായ്മകളുടെ സ്ഥാനാർത്ഥികളുടെ പ്രാദേശിക ഡെവലപ്മെന്റ്, അതായത് ആ പ്രദേശത്തെ ഡെവലപ്മെന്റ് ഇഷ്യൂസിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള അവരുടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളോടുള്ള അവരുടെ നീരസം പ്രകടിപ്പിക്കാനാണോ അവർ നിൽക്കുന്നത്, അതോ ഈ രാഷ്ട്രീയത്തിനെല്ലാം അപ്പുറത്തായി അവർക്കൊരു രാഷ്ട്രീയം പറയാനുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണോ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതും വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇതാണ് പ്രാദേശിക തലത്തിലുള്ള എൻ്റെ ഒരു വിലയിരുത്തൽ. ഒരു കാര്യം മനസ്സിലേക്ക് വരുന്നത് കേരളം നമുക്ക് നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് അതിന്റെ നേഴ്സറി സ്കൂൾ എന്ന് പറയുന്നത് അടുത്ത കാലത്ത് അതിൽ ഗണ്യമായ കുറവ് വരുന്നുണ്ട്. അതിന് പകരമായിട്ട് കുടുംബശ്രീ എന്ന പ്രസ്ഥാനം സ്ത്രീകളുടെ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമായിട്ട് വളർന്നിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുടുംബശ്രീയിൽ നിന്ന് രാഷ്ട്രീയ വിശ്വാസങ്ങളിൽ പാർട്ടിപ്പെടുന്ന സ്ത്രീകളാണ് തെരഞ്ഞെടുപ്പിൽ നിന്നത്. എന്തായാലും ഇത്തവണ കുടുംബശ്രീ പ്രവർത്തകർ ധാരാളം ഉണ്ട്, ഇല്ല. അതോടൊപ്പം അക്രോസ് സ്റ്റേറ്റ് കേരളത്തിൽ നമ്മൾ വ്യാപകമായിട്ട് നോക്കുകയാണെങ്കിൽ ധാരാളം യുവാക്കൾ, പണ്ടൊക്കെ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഏജ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആൾക്കാരാണ് അതിലേക്ക് താല്പര്യം എടുക്കുന്നത്. അവർ മതി എല്ലാവരെയും ഉള്ളൂ. പക്ഷെ ഇത്തവണ ധാരാളം യുവാക്കൾ ത്രൂ ഔട്ട് കേരളത്തിലുടനീളം ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നു. അപ്പൊ കുടുംബശ്രീ നമുക്ക് ഓൾറെഡി നമ്മുടെ ഇവിടെ സ്ത്രീ രാഷ്ട്രീയത്തിന്റെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് പ്രവർത്തിക്കുന്നു, സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം. ഞാൻ ഗോകുമാർ സാർ പറഞ്ഞ പോലെ അത് പാർട്ടി രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മാത്രം എടുക്കുകയല്ലേ, വികസന രാഷ്ട്രീയം. അപ്പൊ ഈ അടുത്ത കാലത്ത് വന്ന ഈ മാറ്റം ഈ യുവാക്കളുടെ ഒരു ഒരു താല്പര്യ വർധന, തള്ളിക്കയറ്റം, അതിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇത് ആശാവഹമായ ഒരു കാര്യമാണോ? കാരണം യുവാക്കൾക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, പൊതുപ്രവർത്തനത്തിൽ താല്പര്യമില്ല, അവര് അരാഷ്ട്രീയവാദികളാകും നിന്നിട്ടുള്ള ഒരു ഭീതി. കാരണം ജനാധിപത്യത്തിന് സജീവമായ രാഷ്ട്രീയ ബോധമുള്ള യുവാക്കൾ വേണം. അത് വളരെ ആവശ്യമാണ്. ഇപ്പം മറ്റു പല രാജ്യങ്ങളിലും ഇതുപോലെ തന്നെ യുവാക്കൾ മുന്നോട്ട് വരുന്നുണ്ട് പല പേരിലായിട്ട്. അപ്പോ ഈ പറഞ്ഞ പ്രതിഭാസം, യുവാക്കളുടെ ഒരു വർദ്ധിതമായ താല്പര്യം നിങ്ങൾ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ്? തീർച്ചയായിട്ടും നമുക്കറിയാം, ഇത് മാതൃഭൂമി നടത്തിയൊരു സർവേയില് അത്ര ചെറുപ്പമല്ല എന്നുള്ളൊരു ടൈറ്റിലാണ് അവരിട്ടെങ്കിൽ പോലും 50 വയസ്സിനും 40 വയസ്സിനും താഴെയുള്ള ആൾക്കാരാണ് കൂടുതലും ഈ രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല കേരളത്തിന്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ഈ ലോക്കൽ ഇഷ്യൂസിനാണെങ്കിൽ പോലും അതിൻ്റെ ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ്, പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർക്ക് ഇതിലേക്ക് താല്പര്യം വരും. ഞാൻ അതാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. 1995 അവസ്ഥയിൽ നിന്ന് ഒരു വലിയൊരു നേതൃനിര 3 പ്രധാനപ്പെട്ട മുന്നണികൾക്കും ഉണ്ടായത് അത് നമ്മുടെ രാഷ്ട്രീയ ബോധത്തിന്റെ ഒരു പ്രതിഫലനമാണ്. ആ നിലയ്ക്ക് അത് ജനാധിപത്യത്തിന് ആരോഗ്യപരമായ ഒരു പ്രവണതയായിട്ട് വേണം അതിനെ കാണാനായിട്ട്. അപ്പോൾ അരാഷ്ട്രീയമല്ല, IT ടെക്നോളജിയൊക്കെ വന്ന സമയത്ത് എല്ലാവരും രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുപോകുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും ഇപ്പോഴങ്ങനെയല്ല. പ്രാദേശിക വികസന രാഷ്ട്രീയത്തിൽ ഇവർക്ക് താല്പര്യമുണ്ട്, അവർക്ക് മത്സര രംഗത്ത് വരണമെന്നുണ്ട്, അവസരങ്ങളുമുണ്ട്. 50% സ്ത്രീകൾക്ക് അവസരം കിട്ടി, അതോടൊപ്പം തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവസരങ്ങൾ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ നിര, ഇപ്പം ഞാൻ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില സ്റ്റഡീസിൻ്റെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് പോയപ്പോൾ മനസ്സിലാക്കിയത്, പെട്ടെന്ന് ഓർക്കുന്ന 2 ജില്ലകൾ, ഒന്ന് ഇടുക്കിയും മറ്റൊന്ന് തിരുവനന്തപുരമാണ്. വനിതകളാണ് പുരുഷന്മാരെക്കാൾ സ്ഥാനാർത്ഥികളുടെ ബാഹുല്യത്തിൽ ഈ 2 ജില്ലകളിൽ. വേറെ എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും, എൻ്റെ കണ്ണിൽ ഇത് രണ്ടും പെട്ടു. ഇടുക്കിയിലും തിരുവനന്തപുരത്തും വനിതാ സ്ഥാനാർത്ഥികൾ പുരുഷന്മാരെക്കാൾ കൂടുതലാണ്.
അത് തന്നെ നല്ലൊരു ആരോഗ്യകരമായ ഒരു ട്രെൻഡായിട്ട് കാണാം. ഇപ്പോൾ ചുരുക്കത്തിൽ വികസന രാഷ്ട്രീയത്തിൽ ചെറുപ്പക്കാർക്ക് സ്ഥാനമുണ്ട്, അവർക്ക് അവസരമുണ്ട്. ഈ പഴയ തലമൂത്ത നേതാക്കന്മാർക്ക് അതിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു. ഇവർക്ക് പ്രവർത്തിക്കാൻ ഒരു അവസരമുണ്ട്. ഈ പ്രവർത്തന മണ്ഡലത്തിൽ അവർ വരുമ്പോൾ അതിൻ്റെതായ ഒരു താല്പര്യം കേരളത്തിലുണ്ടാകും. എല്ലാ പാർട്ടികളും അത് സജീവമായി പ്രവർത്തിക്കുന്നത് അത് ആരോഗ്യപരമായ രീതിയിൽ ചെയ്യുന്നുണ്ട്, തെറ്റില്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ അക്രമമൊന്നും വന്നില്ല. അത് തന്നെ നല്ലൊരു ശുഭലക്ഷണമാണ് കാണിക്കുന്നത്. ഇത് ഡെവലപ്മെന്റൽ പൊളിറ്റിക്സിലേക്ക്, വികസന രാഷ്ട്രീയത്തിലേക്ക് ഈ മാറ്റം വരട്ടെ. പ്രത്യേകിച്ച് ഒരു ആഗോളീകരണ യുഗത്തിൽ അരാഷ്ട്രീയം വരുന്നു എന്നൊക്കെ നമ്മൾ ഭയപ്പെട്ടിരുന്നൊരു സമയത്ത് ഈ ഡീസെൻട്രലൈസ്ഡ് പൊളിറ്റിക്സ് ഇതിനൊരു മോട്ടിവേഷൻ നൽകുന്നുണ്ടെങ്കിൽ അത് ഡെമോക്രസി വളരാൻ സഹായിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അവർ ഇപ്പോൾ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകേണ്ട ആൾക്കാർ, ബ്ലോക്ക് പ്രസിഡന്റ് ആവേണ്ട ആൾക്കാർ, ജില്ലാ പ്രസിഡന്റ് ആൾക്കാർ, മേയർ സ്ഥാനാർത്ഥികൾ, ഇവരെയൊക്കെ പ്രൊജക്ട് ചെയ്യും. നമ്മൾ പാർലമെന്റ് ജനാധിപത്യത്തിൽ ഷാഡോ പ്രൈം മിനിസ്റ്ററും ഷാഡോ ഓപ്പോസിഷൻ ലീഡറൊക്കെ പറയുന്ന പോലെ ഇലക്ഷന് മുമ്പ് തന്നെ ചിലർ പറയുന്നുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് ലെഫ്റ്റിന്റെ മേയർ കാൻഡിഡേറ്റും BJPയുടെ മേയർ കാൻഡിഡേറ്റും കോൺഗ്രസിന്റെ മേയർ കാൻഡിഡേറ്റും ഒക്കെ ഇപ്പൊ നമുക്കറിയാം എന്ന് പറയുന്നത്. അപ്പൊ അവർ അതിൻ്റെതായ ഒരു രീതിയിൽ തന്നെ പ്രവർത്തിച്ചു എന്നാണ്. അപ്പൊ അത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്നു ഡെമോക്രസി ലോക്കൽ ലെവലിൽ. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഈ തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ച് വയലൻസ് ഇല്ലാത്ത, എന്നാൽ ആവേശമൊട്ടും ചോരാത്ത നയപരിപാടികൾ പ്രാദേശിക തലത്തിൽ എത്രയൊക്കെ വരണം എന്നുള്ള ബേസിൽ നടക്കുന്ന സജീവമായ ചർച്ച, അത് നല്ലൊരു ആരോഗ്യകരമായൊരു പ്രവണതയായിട്ട് വേണം ഇതിനെ കാണാൻ. ഇത് മാത്രമല്ല, ആയിരക്കണക്കിന് പോസ്റ്റുകൾ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ നമുക്കറിയാം, അതിലെ വാർഡുകളെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര വരുമെന്നറിയാം. അതോടൊപ്പം തന്നെ ബ്ലോക്കിലും ജില്ലയിലും പിന്നെ കോർപ്പറേഷനിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും ഇവിടെ എല്ലാം വരുന്ന സീറ്റുകൾ ഇവർക്കൊക്കെ അവസരം നൽകുന്നുണ്ട്. അതിൽ മുതിർന്നവർ മാറി നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സവിശേഷതയായി കാണാം. നല്ലൊരു ട്രെൻഡായിട്ട് വേണം കാണാൻ. ഓക്കെ, താങ്ക് യു സാർ. സാറ് പറഞ്ഞത് ശരിയാണ്. എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് നടന്നത് തെരഞ്ഞെടുപ്പുകളേക്കാൾ വളരെ പരിമിതമാണ് ഏതെങ്കിലും തരത്തിലുള്ള അക്രമം പ്രവർത്തനങ്ങൾ. ഒരുപക്ഷെ കോവിഡ് ആയതുകൊണ്ടുകൂടി ആകാം. കാരണം അത് ഇളകി മറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. എനിവേ, ഇറ്റ്സ് എ ഗുഡ് ഡെവലപ്മെന്റ്, നല്ലൊരു മാറ്റം, അത് വരട്ടെ. സാറ് സൂചിപ്പിച്ച വേറൊരു കാര്യം, സ്ത്രീകളുടെ സജീവമായ സാന്നിധ്യം. എനിക്ക് ഒരു പോയിന്റ് കൂടി പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് ജനറൽ സീറ്റുകൾ, നമ്മുടെ സംസ്ഥാനമാണ് ആദ്യമായിട്ട് 50% സ്ത്രീ സംവരണം നടപ്പിലാക്കി. അതിന് കേരളമാണല്ലോ മോഡൽ. ഇത്തവണ പലയിടത്തും ജനറൽ സീറ്റുകൾ സ്ത്രീകൾ മത്സരിക്കുന്നുണ്ട്. അത് ഒരു വലിയ, എനിക്ക് തോന്നുന്നു വളരെ ആശാവഹമായ ഒരു മാറ്റമാണ്. അതിൻ്റെ കൂടെ ഒരു പ്രതീക്ഷ കൂടെ ഉണ്ട്. അതായത് പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീകൾ ഈ ഭരണ വ്യവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ അതിൽ മാറ്റം ഉണ്ടാകും. കാര്യക്ഷമത, അഴിമതി, നമുക്ക് കുറച്ചുകൂടെ ക്ലീൻ പൊളിറ്റിക്സ് തീർച്ചയായും ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ അതിലുണ്ട്. അതൊരു പരിധി വരെ ശരിയാണ്. അതൊരു വളരെ വളരെ ശുഭകരമായ മാറ്റമാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്. സാറ് പറഞ്ഞോട് തന്നെ ഇപ്പൊ സ്ത്രീകൾ ധാരാളം രാഷ്ട്രീയം സ്ത്രീകളില്ലേ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തത് സജീവമായിട്ട് അവരാ സംസാരിക്കുന്നത്. വളരെ പ്രതീക്ഷാപരമായ ഒരു മാറ്റമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ നിങ്ങൾ രണ്ടുപേരും നമ്മുടെ സംസ്ഥാനമായിട്ട് ബാധിക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് ുള്ള ഒരു ചൂണ്ടുപലയായിരിക്കില്ല. ഇത് ഒരു 70% 65% അതെ. എൻ്റെ ഒരു ചെറിയൊരു നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയില്ല. ഇപ്പൊ ആനുകാലികമായിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടില് കേരളത്തില് ഈ വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ വികസനത്തിന്റെ കാര്യങ്ങൾക്ക് കൂടുതൽ നമ്മളിപ്പോൾ ആരോപണങ്ങളും വിവാദങ്ങളും ചർച്ച ചെയ്യുന്നു. അത് അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ഇപ്പൊ ആന്റി ഇൻകംബൻസി ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണഫലം, ഗുണഭോക്താവ്
ധാരാളം ആരോപണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അത് പ്രതിപക്ഷത്തിന് ലഭിക്കും. അത് ഏത് പ്രതിപക്ഷത്തിനായിരിക്കും? BJP-ക്കായിരിക്കോ NDA, NDA-ക്കായിരിക്കോ അതോ UDF-നായിരിക്കും? ധനുവിന് അതിനോട് പ്രതികരിക്കാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് കിട്ടിയ വോട്ടിംഗ് പെർസെന്റേജ്. സോ ഞാൻ ഇതിനോട് പ്രതികരിക്കുന്നതിനോട് മുമ്പത്തെ ചോദ്യത്തോടുകൂടി ഒന്ന് അതിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇത് യൂത്തിന്റെ ഇൻവോൾവ്മെന്റ്, യുവാക്കൾ ഒരുപാട് പേരായിട്ട് ഇലക്ഷൻ എന്നുള്ളത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. നമ്മുടെ ജനാധിപത്യത്തിൽ അവർക്ക് താല്പര്യം, അവര് കൂടുതലായിട്ട് ഈ രംഗത്തൊക്കെ വരുന്നു എന്നുള്ളതൊക്കെ വളരെ ശുഭസൂചകങ്ങളാണ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തില് അക്കാഡമിക് ആയിട്ട് നമ്മളതിനെ അസസ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞൊരു 6-7 വർഷമായി വന്നിരിക്കുന്ന ചില മാറ്റങ്ങൾ കൂടി ഇതിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ദേശീയ തലത്തില് നമ്മള് പാർട്ടി രാഷ്ട്രീയത്തിൽ ഒരുപാട് യോജിപ്പുകളും വിയോജിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നരേന്ദ്രമോദി എന്നുള്ളൊരു വ്യക്തി പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ആ ഒരു പൊളിറ്റിക്കൽ, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സിനെ പറ്റിയല്ല പറയുന്നത്, പക്ഷെ അക്കാഡമിക് തലത്തില് അദ്ദേഹം ഒരുപാട് ആൾക്കാരെ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയെ പറ്റി ചർച്ച ചെയ്യാൻ എൻകറേജ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് പല പഠനങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് വാലിഡേറ്റ് ചെയ്യുന്ന പല സ്റ്റഡീസും വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരു സ്റ്റാർ ക്യാമ്പയിനറാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ പ്രതിപക്ഷം പരാജയപ്പെടുന്നത് അവിടെ തന്നെയായിരിക്കും. അപ്പൊ അതിന്റെ ഒരു ഇൻഫ്ലുവൻസും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കൂടുതലായി ആൾക്കാർ ഈ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യും. രാഷ്ട്രീയം, കാരണം ഇന്ത്യയില് എല്ലാ ഇലക്ഷനിലും കഴിഞ്ഞ 6 വർഷത്തിൽ നടന്ന ഇലക്ഷനിലെല്ലാം നമ്മുടെ വോട്ടിംഗ് ശതമാനം കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് ഒരു കാരണമായിട്ട്, ഒരുപാട് കാരണങ്ങളുണ്ടാവും, പക്ഷെ ഒരു കാരണം പറയുന്നത് ഈ ലീഡർഷിപ്പ് ഒരു പ്രസിഡൻഷ്യൽ സ്റ്റൈലിലേക്ക് ഈ നമ്മുടെ ഇലക്ഷൻ മാറിക്കഴിഞ്ഞപ്പോൾ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രചരണ ശൈലി, അദ്ദേഹം നാടിളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ ശൈലി അദ്ദേഹം കേരളത്തിൽ വിജയിച്ചിട്ടില്ലെങ്കിൽ പോലും മറ്റ് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും വിജയിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ യുവാക്കളെ കാണുന്നുണ്ട്. അതുകൊണ്ട് അവരെല്ലാവരും BJP സപ്പോർട്ടേഴ്സ് ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ആത്യന്തികമായ ഒരു പൊളിറ്റിക്കൽ മെയിൻ സ്ട്രീം തിങ്കിങ് പലരുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം കാരണമായിട്ടുണ്ട്. രണ്ടാമത്, ആഗോള തലത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെ പറ്റിയും നമ്മുടെ യുവാക്കൾക്കുള്ള അണ്ടർസ്റ്റാൻഡിങ് വളരെയധികം കൂടിയിട്ടുണ്ട് എന്നാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. മറ്റ് പഴയ പോലുള്ള ഒരു കാലഘട്ടത്തിലല്ല ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കേരളം ആക്ച്വലി പറഞ്ഞാൽ ഏറ്റവും അധികം ലോക്കൽ ലാംഗ്വേജിൽ ന്യൂസ് ചാനൽ ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. ഒരുപാട് മാഗസിൻസ് ഉണ്ട്, നമ്മളെല്ലാവരും പത്രങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആഗോള തലത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളെ പറ്റിയുള്ള ഒരു അവബോധം നമ്മുടെ യുവാക്കളിൽ ഉണ്ടായിട്ടുണ്ട്. അത് അവരെ കുറച്ചുകൂടി കൂടുതലായിട്ട് ഈ കാര്യങ്ങളെ പറ്റി പ്രതിഫലിപ്പിക്കാൻ അവർ എൻകറേജ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഞാൻ കാണുന്നത് 2018-ലെയും 2019-ലെയും 2 ഫ്ലഡ്സ് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ആയി മാറി. പലരും അന്ന് വരെ മടിച്ചു നിന്ന പല ആൾക്കാരും നമ്മുടെ പൊതുവായിട്ടുള്ള പൊതു സ്വഭാവത്തിലുള്ള പല കാര്യങ്ങളിലും ഇടപെട്ട് കാര്യങ്ങൾ നിർവഹിക്കുകയും ചുമതലകൾ ഏറ്റെടുക്കുകയും മെന്റോടുകൂടിയാണ്. 2020 ഒരിക്കൽ കൂടി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. കോവിഡ് ഒരു നെഗറ്റീവ് കാര്യമാണെങ്കിൽ പോലും നമ്മുടെ ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഗ്രാമത്തിലായാലും മുനിസിപ്പാലിറ്റി ലെവലിലാണെങ്കിൽ ഒരുപാട് സന്നദ്ധ സംഘടനകളുടെ ലീഡർഷിപ്പ് ആ രീതിയിൽ അവർക്ക് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കാനും അല്ലെങ്കിൽ അവരുമായിട്ടൊരു സംവാദത്തിൽ ഏർപ്പെടാനുള്ള ഘടകങ്ങൾ ഈ കഴിഞ്ഞ 3 വർഷങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പല ആൾക്കാരും ഈ കാര്യങ്ങളിലുള്ള അവരുടെ താല്പര്യം ഒരുപാട് കൂടുന്നതിന് ഈ 3 കാര്യങ്ങൾ കഴിഞ്ഞ 3 വർഷത്തിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ സമയത്ത് കൂടുതൽ ആൾക്കാർ യുവാക്കൾ ഒരു മടിയും കൂടാതെ ഇലക്ഷൻ നിൽക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഈ ചോദ്യത്തിലേക്ക്, അതായത് ഇപ്പോ ആന്റി ഇൻകംബൻസി ഉണ്ടെങ്കിൽ അത് ഏത് മുന്നണിയെ ബാധിക്കുമെന്ന് ചോദിച്ചാല് 2-3 ഇഷ്യൂസ് ഇവിടെയുണ്ട്. അതായത് നെറ്റായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ആര് ജയിച്ചാലും ആര് തോറ്റാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചില അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാല്
അപ്പോൾ LDF ആണ് ജയിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വം ശരിയാണ്, അല്ലെങ്കിൽ അവരുടെ ഇതുവരെയുള്ള രാഷ്ട്രീയമായി നമ്മൾ അതിനെ വിശകലനം ചെയ്യുമ്പോൾ അവരുടെ പ്രവൃത്തികളും അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ അജണ്ടയും ഗവർണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാധൂകരിച്ചു എന്ന് LDFന് അവകാശപ്പെടാം. ഇനി UDF ആണ് ജയിക്കണമെങ്കിൽ രണ്ട് ഇഷ്യൂസ് ഉണ്ട്. UDFല് സാധാരണ നമ്മൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രധാനമായി കാണുന്ന ഒരു ഇലക്ഷനോടടുക്കുമ്പോൾ കഴിഞ്ഞ ഇലക്ഷനെ പറ്റിയുള്ള ഒരു സ്റ്റഡി ഞാൻ മനസ്സിലാക്കുന്നത് 2016 അസംബ്ലി ഇലക്ഷനെ പറ്റി ഉള്ള ചില പഠനങ്ങൾ കാണിക്കുന്നത് അവർ കുറച്ച് കോംപ്ലസന്റ് ആയിരുന്നു. അവർക്ക് ജയിക്കാം, അല്ലെങ്കിൽ അവർ ജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയും തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തു എന്ന് പറയുന്ന സ്റ്റഡീസും ഉണ്ട്. അപ്പോൾ ഇവിടെ UDF ജയിക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥി മോഹികളുടെയും ഈ പറയുന്ന യുവാക്കൾക്കൊക്കെ സീറ്റ് കൊടുക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ സീനിയർ ലെവലിലുള്ള ഒരു തികച്ചും കോൺഗ്രസിന്റെ രീതിയിലുള്ള ശൈലിയിലുള്ള പ്രവർത്തനത്തിലേക്ക് അവർ മടങ്ങി പോവുകയാണെങ്കിൽ അത് കോൺഗ്രസിന് ക്ഷീണം ചെയ്യാം. അതുപോലെ തന്നെ UDF തോൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ നേതൃത്വ സ്ഥാനത്തേക്ക് ചോദ്യം ചെയ്യാം. അതേപോലെ തന്നെ LDF തോൽക്കുകയാണെങ്കിൽ അവിടെയും നേതൃത്വ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടാം. ഇനി NDA BJP ഇവിടെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു 13% കഴിഞ്ഞ തവണ അവർക്ക് ലോക്കൽ ഇലക്ഷൻ കിട്ടിയത്. ഇപ്പോ എൻ്റെ ഒരു ഏകദേശ കണക്കനുസരിച്ച് ഈ പ്രാവശ്യം ഏകദേശം 25% കൂടുതൽ സീറ്റുകളിൽ BJP NDA സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ വോട്ട് ഷെയർ കൂടും. കാരണം ഏത് സീറ്റിലും അവർ ഫീൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 100-200 വോട്ടുകളെങ്കിലും അവർക്ക് കിട്ടേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 13%, 17%, 18% കൂടിയാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷെ അതിനപ്പുറത്തേക്കായിട്ട് കുറച്ച് മുനിസിപ്പാലിറ്റികളും അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേഷന്റെ ഭരണമെല്ലാം അവർക്ക് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു പൊളിറ്റിക്കൽ മെസ്സേജ് ആയിട്ട് കേരളത്തിൽ ഉണ്ടാവും. ഇനി ഒരുപക്ഷെ അവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള മെച്ചം കിട്ടിയില്ലെങ്കിൽ അവിടുത്തെ ലീഡർഷിപ്പിനെയും ചോദ്യം ചെയ്യും. ഇത് കേരളത്തിൽ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ കക്ഷികളുടെ ഇടയിലും എല്ലാ പാർട്ടികൾക്കിടയിലും അവരവരുടെ തന്നെ ലീഡർഷിപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത നമുക്ക് എല്ലാവർക്കും കാണാം. അത് UDFലായാലും LDFലായാലും BJPയിലായാലും. അതിനെ എങ്ങോട്ട് തിരിക്കുന്നു എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ ആശ്രയിച്ചായിരിക്കാം. ഇവിടെ ആന്റി ഇൻകംബൻസി ഫാക്ടർ വരികയാണെങ്കിൽ അത് ഇപ്പോൾ മുമ്പ് ഗോപകുമാർ സാർ പറഞ്ഞ പോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഒരു അസസ്മെന്റ് ആയിട്ട് ലോക്കൽ രാഷ്ട്രീയത്തെ കാണാൻ പറ്റത്തില്ല. അത് ലോക്കലായിട്ടുള്ള ഇഷ്യൂസ് തന്നെയാണ് ഇവിടെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്. എങ്കിൽ പോലും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അതിന്റെ ഗുണം കുറച്ചെങ്കിലും BJPക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഒരു ഫീൽഡ് ഒബ്സർവേഷൻ എന്ന് മനസ്സിലായത് ഒരുപാട് ആൾക്കാർ ആ ഒരു ഓപ്ഷൻ നോക്കുന്നുണ്ട് എന്നാണ് നമ്മളെ പല ഇന്ററാക്ഷനിലും മനസ്സിലാക്കിയത്. അതെന്താന്ന് വെച്ചാൽ അത് ആ കക്ഷിയോടുള്ള ഒരു മമതയൊന്നുമല്ല. ഇവിടെ നിലവിലിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു പുതുമ ഒരു ഡിഫറെന്റ് ആയിട്ടൊന്ന് ചെയ്താലോ എന്ന് ആലോചിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഇവിടത്തെ അവരുടെ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഗുണമായിട്ടോ അല്ലെങ്കിൽ അവരുടെ വലിയൊരു അവരുടെ നേട്ടമായിട്ടൊന്നും ഞാൻ കരുതുന്നു. പക്ഷെ ലോക്കലായിട്ട് പിന്നെ മാത്രമല്ല ഈ ഇലക്ഷനിൽ ലോക്കലായിട്ട് നമ്മൾ കാൻഡിഡേറ്റ്സിന്റെ വ്യക്തിബന്ധങ്ങളെല്ലാം വളരെയധികം പ്രധാനമാണ്. അപ്പോൾ BJP ഒരുപാട് സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ആ വ്യക്തിബന്ധങ്ങൾ ഒരുപക്ഷെ വോട്ടായിട്ട് മാറാനും കാരണമായി. അത് BJP എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിബന്ധം കൂടി ഉണ്ട്. ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയം നമ്മളെ പ്രാദേശിക തലത്തിൽ ചർച്ച ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു ഘടകം എന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് ചിന്തിപ്പിക്കുന്നത്, ഞാൻ മുമ്പ് പറഞ്ഞ ഒരു നാഷണൽ ലെവലിലുള്ള ഒരു ലീഡർഷിപ്പ്, BJPയുടെ ലീഡർഷിപ്പ്, അവരിവിടെ ആരും ഇലക്ഷന് വന്നിട്ടില്ല, പ്രചരണത്തിന് വന്നിട്ടില്ല, അവർ വരുന്നുമില്ല. എന്നാൽ പോലും ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് വോട്ട് ബാങ്കിൽ നിൽക്കുന്നവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ചില ആൾക്കാരെങ്കിലും അവർക്കും ഒരു ചാൻസ് കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്നത് കഴിഞ്ഞ ഇലക്ഷനേക്കാളും കൂടുതലായിട്ട് ഈ പ്രാവശ്യം ഞാൻ പല സ്ഥലത്തും കാണുന്നു. ഇതാണ് എനിക്ക് ഇതുവരെയുള്ള എന്റെ ഇലക്ഷൻ വിശകലനം ഇതിനെപ്പറ്റി. സാർ, അബ്രഹാം സാർ, ഒരു നിമിഷം, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ 1-2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്.
അപ്പോൾ അതിലൊരു 1-2 ചോദിക്കാം. അപ്പം സാർ അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ കേരളത്തിന്റെ കോവിഡ് പ്രതിരോധം ലോകമാസകലം ചർച്ച ചെയ്തതാണ്, വളരെ ഫേമസ് ആയതാണ്, പല പല അവാർഡുകളൊക്കെ കിട്ടിയ ഒരു കോവിഡ് പ്രതിരോധമാണ്. അപ്പോൾ അത് എത്രത്തോളം ഈ ഇലക്ഷനെ ബാധിക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പൊ അതിനോടനുബന്ധിച്ച് എനിക്ക് എന്റേതായ ഒരു ക്വസ്റ്റ്യനും കൂടെ ആഡ് ചെയ്ത് ചോദിക്കണം എന്നുണ്ട്. ഇപ്പം ഈ ഒരു കൊറോണയുടെ ഒരു സിറ്റുവേഷനിൽ അപ്പൊ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ ഒരു മടിയുണ്ടാവുകയും പൊതുവെ ചിലപ്പം വോട്ടിംഗ് ശതമാനം പൊതുവെ ഉള്ളതിൽ നിന്ന് ഒരല്പം കുറയുകയും ചെയ്താൽ നമ്മൾ കേട്ട് ശീലിച്ച കീഴ്വഴക്കമുണ്ട് കേരളത്തിൽ. വോട്ടിംഗ് ശതമാനം കുറഞ്ഞു കഴിഞ്ഞാൽ അത് LDF അനുകൂലമാകുന്നു. അപ്പൊ ആ ഒരു അത് എത്രത്തോളം ഫാക്ച്വലാണെന്നും അത് എത്രത്തോളം സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളങ്ങനെ കേട്ട് ശീലിച്ച ഒരു കാര്യമാണ് വോട്ടിംഗ് ശതമാനം കുറഞ്ഞു കഴിഞ്ഞാൽ LDF അനുകൂലമാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ അതെങ്ങനെയായിരിക്കും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ബാധിക്കുന്നത്? ആ ഒരു സിറ്റുവേഷൻ 3 പേരിൽ ആർക്ക് വേണമെങ്കിൽ ഉത്തരം പറയാം. തീർച്ചയായിട്ടും കോവിഡ് ഹാൻഡിൽ ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് സംസ്ഥാന ഭരണത്തിന്റെ മാത്രമല്ല പ്രാദേശിക ലെവലിലും അതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ പ്രവാസി വന്നാൽ അയാളുടെ വീട്ടിന്റെ പുറത്ത് ഇത്ര ദിവസത്തേക്ക് ക്വാറന്റൈൻ ആണെന്ന് എഴുതി വയ്ക്കുമ്പോൾ അത് അയാൾ പാലിക്കുന്നുണ്ടോ നോക്കുന്നത് പ്രാദേശിക തലത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും കോവിഡിന്റെ കാര്യത്തിൽ കേരളം ആരോഗ്യപരമായ രംഗത്ത് വലിയ അച്ചടക്കം പാലിക്കാൻ ശ്രമിച്ചതാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ മരണനിരക്കുകൾ കൂടാത്തത്. അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അത് പ്രാദേശികവും സംസ്ഥാനത്തിന്റെ തലത്തിലും ഒരുപോലെ വരുന്നൊരു കാര്യമാണ്. പക്ഷെ ലോക്കൽ മാനേജ്മെന്റ് അത് ആ നിലയ്ക്ക് ജില്ലാ ആശുപത്രിയും താലൂക്ക് ആശുപത്രിയും പഞ്ചായത്തിന്റെ ഹെൽത്ത് സെന്ററും എല്ലാം അവർ പ്ലേ ചെയ്ത റോള് അവരുടെ സംഭാവന ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. അത് നന്നായിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന് അനുകൂലമായ ഒരു ഘടകമായി മാറും, മറിച്ചാണെങ്കിൽ വിമർശനാത്മകമായിട്ട് മാറും. അതപ്പോൾ തീർച്ചയായിട്ടും കോവിഡ് രംഗത്തുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത് ഇവിടെ പറഞ്ഞ കാര്യം പോളിംഗ് ശതമാനം കുറയാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പലതരത്തിലുള്ള റൂമേഴ്സും ഒക്കെ പുറപ്പെടാനുള്ള സാധ്യതകളൊക്കെ വരുമ്പോൾ വോട്ടിംഗ് ശതമാനം കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പരമ്പരാഗതമായി നമുക്ക് ഉണ്ടാകുന്ന ഒരു തിയറി എന്ന് പറയുന്നത് ഒരു തരംഗം ഉണ്ടാകുമ്പോഴാണ് LDF പലപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തരംഗമുണ്ടായിരുന്നു, UDF അനുകൂല തരംഗമുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം അങ്ങനെ ഒരു തരംഗത്തിനുള്ള സാധ്യത കുറവാണ്. കോവിഡ് തന്നെ ആ തരംഗത്തെ നിയന്ത്രിക്കുന്നുണ്ട്. അതുകൊണ്ട് പോളിംഗ് ശതമാനം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് LDF ഗുണമാണെന്ന് പറയുന്നത് നമ്മൾ അതിനെ ബ്ലൈൻഡായിട്ട് അക്സെപ്റ്റ് ചെയ്യാതെ ഒരുപക്ഷെ ഈ കോവിഡിനെ ഭയന്ന് വരാത്തവരിൽ ഇടതുപക്ഷക്കാരും ഉണ്ടെന്നും കൂടി മനസ്സിലാക്കുക. അവർക്ക് കോവിഡ് ബാധിക്കില്ല, അതുകൊണ്ട് എല്ലാ വോട്ടും അവർ ഉറപ്പായിട്ട് ചെയ്യും, കേരള പാർട്ടിയാണ് എന്നുള്ള ഒരു ധാരണ അങ്ങനെ തീർത്തും പറയേണ്ട. കാരണം എല്ലാ പാർട്ടികളിലും കമ്മിറ്റഡ് ആയിട്ടുള്ള വോട്ടേഴ്സ് ഉണ്ട്, അവർ വരും. മറ്റ് അൺനാച്ചുറൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് വരാതിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് എല്ലാ പാർട്ടികൾക്കും ഒരുപോലെ ഭവിക്കും. അതുകൊണ്ട് LDF അനുകൂലമായെന്നോ പ്രതികൂലമായെന്നോ നമ്മൾ അങ്ങനെ ഒരു സിദ്ധാന്തത്തിലേക്ക് ഇപ്പോഴേ പോകണ്ട എന്നാണ് എനിക്ക് ഗൗതമിനോട് ഈ സമയത്ത് പറയാനുള്ളത്. പിന്നെ നേരത്തെ ഡോക്ടർ ധനരാജ് പറഞ്ഞ ചോദ്യത്തിൽ കുറച്ച് ബാക്കി എനിക്ക് അതിനകത്ത് ഞാൻ എൻ്റെ റെസ്പോൺസ് എടുത്തില്ല, ഞാൻ അതൊന്ന് വളരെ പെട്ടെന്ന് നിർത്താം. തീർച്ചയായിട്ടും ഈ ലോക്കൽ ഫാക്ടേഴ്സിനോടൊപ്പം തന്നെ സ്റ്റേറ്റ് പൊളിറ്റിക്സിൻ്റെ നാഷണൽ പൊളിറ്റിക്സിൻ്റെയും ഇമ്പാക്റ്റ് ഒരു പരിധിവരെ ഉണ്ടെന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. അപ്പോൾ ഇവിടെ ആര് ജയിച്ചാലും ഏത് മുന്നണി ജയിച്ചാലും അവർക്ക് അവരുടേതായ ഒരു വിലയിരുത്തലുണ്ടാവും. LDF തിരിച്ചടി വരികയാണെങ്കിൽ അത് ഗവൺമെന്റിന് 4 മാസം കഴിഞ്ഞ് നടക്കുന്ന തിരഞ്ഞെടുപ്പിലേക്ക് ഒരു വലിയൊരു താക്കീതായിട്ട് അത് വരാം, വിമർശകർ ഉണ്ടാകാം, UDF ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകും. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് സംസ്ഥാന തലത്തിലുള്ള വലിയ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഉണ്ടായില്ല. UDF ഭാഗത്ത് നിന്ന് ആ നിലയ്ക്കൊരു ആവേശം ഒരു നേതൃനിരയിൽ നിന്ന് നമ്മൾ കണ്ടില്ല എന്നുള്ളൊരു ദുഃഖസത്യമുണ്ട്. LDF ഭാഗത്തു നിന്നുണ്ടായതുപോലെ ഒരു കൂട്ടായ്മ പ്രവർത്തനത്തിൽ UDF എത്രത്തോളം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതിലെ ഒരു ഘടകം മാണി ഗ്രൂപ്പ് പോയതിനു ശേഷം UDF ഘടനാപരമായി ഒന്ന് ദുർബലപ്പെട്ടത് മധ്യ തിരുവിതാംകൂർ മേഖലയിൽ കുറച്ചൊക്കെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ അത് ബാധിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ലീഡർഷിപ്പ് ഉദാഹരണമായിട്ട് ഇപ്പോൾ വെൽഫെയർ പാർട്ടി ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള അവസരങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. KPCC പ്രസിഡന്റും UDF കൺവീനറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ പുറത്തു വന്നത്
അത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അത് വേണ്ടായിരുന്നത് UDF-ന്റെ മുറയിലിനെ കുറച്ച് ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അത്രയ്ക്ക് ഒരു പ്രശ്നം മറുവശത്ത് ഉണ്ടായില്ല. അവിടെ മാധ്യമങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ റോള് നന്നായിട്ട് പ്ലേ ചെയ്ത് ഗവൺമെന്റിനെ ഒന്ന് ഐസൊലേറ്റ് ചെയ്യാനും ഐസക്കിനെ തന്നെ ഒന്ന് എംബ്രാസ് ചെയ്യിക്കാനൊക്കെ ശ്രമിച്ചത്. പ്രതിപക്ഷത്തിനേക്കാൾ നല്ല റോള് പ്ലേ ചെയ്തത് മാധ്യമങ്ങളാണ്. അപ്പോൾ ആ ക്രെഡിറ്റ് ഒരു പക്ഷേ ഈ മാധ്യമങ്ങൾക്ക് നമ്മൾ കൊടുത്തേ പറ്റൂ. പ്രതിപക്ഷ പാർട്ടികളെക്കാൾ പ്രതിപക്ഷത്തിന്റെ റോള് പ്ലേ ചെയ്തത് കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്കുണ്ടായ പ്രത്യേകിച്ചുണ്ടായ പ്രകമ്പനങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് LDF UDF അത് എങ്ങനെ മുതലെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണേണ്ടത്. UDF മാത്രമല്ല, ഞാൻ പറയാൻ തുടങ്ങുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത ഡിക്ലൈൻ ഓഫ് ബൈപോളാർ കോalition പോളിറ്റിക്സ്. നമുക്കത് മനസ്സിലാക്കണം. നമ്മൾ പരമ്പരാഗതമായി ബൈപോളാർ കോalitionലാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇനിയുള്ള അങ്ങോട്ടുള്ള കാലത്ത് ബൈപോളാർ അല്ല, അത് മൾട്ടിപോളാർ ആവുകയാണ്. പ്രത്യേകിച്ച് 3 മുന്നണികൾ സജീവമായി കേരളത്തിൽ പ്രകടമായി മുന്നോട്ട് വരുന്നു. അത് കോൺഗ്രസ് ക്ഷീണിക്കുന്നതുകൊണ്ടാണ് NDA വളർന്നു വേണമെങ്കിൽ അങ്ങനെ ലളിതവൽക്കരിച്ച് പറയാൻ പറ്റുമെങ്കിലും, പക്ഷെ അത് മാത്രമല്ല ഘടകം. BJP സംസ്ഥാന തലത്തിൽ പ്രാദേശിക തലത്തിൽ അവർക്ക് കുറച്ചുകൂടി വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടായി. ആ നെറ്റ്വർക്കിന്റെ ഫലമായിട്ടാണ് അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയത്. എന്നിട്ടും കുറച്ച് സ്ഥാനാർത്ഥികൾ അവർ നിർത്തിയിട്ടില്ല എന്നുള്ളൊരു വസ്തുത നമുക്കറിയാം. അത് അടവ് നയമാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും BJPയുടെ പോളിംഗ് ശതമാനം വർദ്ധിക്കും. അത് വർദ്ധിക്കുന്നത് സ്ഥാനാർത്ഥികളെ കൂടുതൽ നിർത്തിയത് കൊണ്ടാണ് എന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് പറയുന്നതിനേക്കാളേറെ BJPയുടെ ശക്തി കേരളത്തിൽ വളരുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത നമുക്ക് നിരീക്ഷിക്കേണ്ടി വരും. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. തൃശ്ശൂർ കോർപ്പറേഷനിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും കൊടുങ്ങല്ലൂറും കുന്നംകുളത്തും കാസർഗോഡും പാലക്കാടും പല മേഖലകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലായാലും BJP കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ കുറച്ചുകൂടി ഇംപ്രസീവ് ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു മോട്ടിവേഷൻ ഇവിടെ ഈ രംഗങ്ങളിലെല്ലാം കാണുന്നുണ്ട്. BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കുമെന്ന് വരെ പറയുന്ന നേതാക്കന്മാരാണ്. അത്രത്തോളം അവരുടെ മുറയിലെത്തി അത് സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നില്ല. അത് വേറൊരു കാര്യം. കഴിഞ്ഞ തവണ തന്നെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായി കഴിഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രസംഗ സഭയായിരുന്നു. ഇത്തവണയും പ്രസംഗ സഭയാകുമോ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുകയാണ്. BJPയുടെ പെർഫോമൻസ് കൂടിയിട്ടുണ്ട്. അത് കേരളത്തിൽ എല്ലായിടവും കൂടി, എല്ലാ ഗ്രാമങ്ങളിലും കൂടി, എല്ലാ പഞ്ചായത്തിലും കൂടി, എല്ലാ ബ്ലോക്കിലും കൂടിയിട്ടുണ്ട്. മാത്രമല്ല ഇത് ട്രൈപോളാർ മൾട്ടിപോളാർ ആകുന്നു എന്ന് പറയുമ്പോൾ ബൈപോളാറിൻ്റെ ഡിക്ലൈനിലേക്ക് വരുന്നു. ഇപ്പോൾ എസ്റ്റിമേറ്റഡ് പ്രൊജക്ഷൻ 18% ആണ്. 13-ൽ നിന്ന് 18-ലേക്ക് BJP എത്തുമെങ്കിൽ അത് മറുവശത്ത് അത് UDF-നെയാണ് ദോഷം ചെയ്യും. പരമ്പരാഗതമായി നമ്മൾ അങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നത്. പക്ഷേ ചില ചർച്ചകളിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഉദാഹരണമായിട്ട് 2 ജില്ലകൾ ഞാൻ പറയാം. തൃശ്ശൂർ ജില്ലയിൽ BJPയുടെ വളർച്ച ലെഫ്റ്റിനെയാണ് ക്ഷീണിപ്പിക്കാൻ പോകുന്നത്. യാതൊരു സംശയമില്ല, അത് ലെഫ്റ്റിനെയാണ് ക്ഷീണിപ്പിക്കുക. അവിടെ കോൺഗ്രസ് നന്നായിട്ട് പെർഫോം ചെയ്യും. UDF നന്നായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ജില്ല തൃശ്ശൂരാണ്. ഈ മറ്റൊന്ന് ഇടുക്കി ജില്ലയിലെ കാര്യമെടുത്താൽ ഇടുക്കി ജില്ലയിലും BJPക്ക് കുറച്ചുകൂടി ശക്തി ആർജിക്കാൻ കഴിയുമെങ്കിൽ അത് ലെഫ്റ്റിനെ ക്ഷീണിപ്പിക്കും. അതിൻ്റെ മറ്റൊരു ഡെമോഗ്രാഫിക് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റി ഇടുക്കിയിൽ വളരെ ദുർബലമാണ്, എണ്ണത്തിൽ തന്നെ കുറവാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഹിന്ദു വോട്ട്സ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അത് ലെഫ്റ്റിനാണ് ക്ഷീണം വരുന്നത്, കോൺഗ്രസ്സിനല്ല. UDF പ്രത്യേകിച്ച് ഇടുക്കിയുടെ സാമൂഹിക പശ്ചാത്തലം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് പരമ്പരാഗതമായി BJP വളരുന്നെങ്കിൽ UDF പോകുന്നു എന്ന് തീർത്ത് പറയുന്നത് എല്ലാ മേഖലകളിലും ശരിയല്ല. 2 കൂട്ടരുടെ വോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ പുതിയ വോട്ടേഴ്സിൻ്റെ ഇടയിൽ നല്ലൊരു പങ്ക് BJPക്ക് കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് OBC വിഭാഗത്തിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇപ്പം അപ്പർ കാസ്റ്റിൻ്റെ കാര്യം പറയുന്നതിൻ്റെ കാര്യമില്ല. കാരണം നായർ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ 13% ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വോട്ടിംഗ് ഇമ്പാക്റ്റ് ലിമിറ്റഡാണ്. അപ്പോൾ വോട്ട് കിട്ടണമെങ്കിൽ OBC വോട്ട്സ് തന്നെ വേണം, അല്ലെങ്കിൽ ദളിത് വോട്ട്സ് തന്നെ വേണം. അപ്പോൾ ആ ലെവലിലേക്ക് BJP വളരുന്നുണ്ടെങ്കിൽ അത് നായർ വോട്ട്സൊക്കെ ഇപ്പോൾ ഓൾറെഡി പറയുന്നത് സാച്ചുറേഷൻ എത്തിക്കഴിഞ്ഞു, BJPയിലേക്ക് പോകുന്നു. ഇനി കൂടുതലൊന്നും പോകാനില്ല. 13% എന്ത് അത്ഭുതമോ കാണിക്കാൻ പോകുന്നത്. സോ OBC ഈഴവ കമ്മ്യൂണിറ്റി 27% ജനസംഖ്യയിലുള്ളത്. അതിൻ്റെ മുകളിൽ നിൽക്കുന്നതാണ് മുസ്ലിം കമ്മ്യൂണിറ്റി. അത് 29-ഓ 28-ഓ ഒക്കെ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് BDJS-ഉമായിട്ടുള്ള BJPയുടെ അലയൻസ് കഴിഞ്ഞ തവണത്തെ പോലെ അത്ര ഉഷാറല്ലെങ്കിലും തുഷാർ ഇപ്പോഴും BJPയുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് നോക്കുമ്പോൾ ഈഴവ വോട്ട്സിൻ്റെ ഒരു പങ്ക് അങ്ങോട്ട് പോകുന്നത് അത് ഇടതുപക്ഷത്തെയും ക്ഷീണിപ്പിക്കും. അപ്പോൾ 2 കൂട്ടർക്കും ദുർബലത നൽകിക്കൊണ്ടായിരിക്കും BJP വളരുന്നത്. ഇതൊക്കെ ഒരു വലിയൊരു വിപ്ലവമൊന്നും അല്ല ഞാനീ പറഞ്ഞത്. അതിൻ്റെ ഘടകം സോഷ്യൽ ഫാക്ടേഴ്സാണ്, ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സാണ്. അതുകൊണ്ട് BJPക്ക് ഒരു ക്രിട്ടിക്കൽ മാസ് ബേസ്
മാസ് സപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പോപ്പുലേഷൻ കൺസ്ട്രെയിൻ ബി ജെ പിക്ക് ഉണ്ടെന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. 13-ൽ നിന്ന് 18-ലേക്ക് എത്തുമെങ്കിൽ അത് ഫിനോമിനൽ ഗ്രോത്ത് ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് അത് ഇത്രയെങ്കിൽ അത് റെക്കോർഡ് ഭൂരിപക്ഷം, റെക്കോർഡ് വളർച്ചയായിരിക്കും ബി ജെ പി കാണിക്കാൻ പോകുന്നത് 18-ൽ എത്തുമെങ്കിൽ. എനിക്കറിയില്ല 18-ൽ എത്തുമെങ്കിൽ അത് പിന്നീട് അത് കോൺഗ്രസിനെയോ മറ്റ് മുന്നണികളെയോ ക്ഷീണിപ്പിക്കും എന്നുള്ളതും. അപ്പോൾ ചുരുക്കത്തിൽ എൻ്റെ കൺക്ലൂഷൻ ഇതേ ഉള്ളൂ. കേരള പൊളിറ്റിക്സ് ഈസ് മൂവിങ് ഔട്ട് ഓഫ് ബൈപോളാറിസം, ഇറ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് മൾട്ടിപോളാറിസം വിത്ത് 3 ഫ്രണ്ട്സ്. തീർച്ചയായിട്ടും UDF, LDF, NDA എന്നുള്ള നിലയിലേക്ക് മാറുകയാണ്. 35 വർഷം മുമ്പ് 2% BJP ആണ് ഇപ്പോൾ ഈ ലെവലിലേക്ക് മാറിയിരിക്കുന്നത് കൂടി ഈ സമയത്ത് മനസ്സിലാക്കാം. ഹലോ, സാർ ഒരു 1-2 ക്വസ്റ്റ്യൻസ് കൂടെ വന്നിട്ടുണ്ട്. ഹലോ സാർ, അതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഈ കണ്ണൂര് BJPക്ക് ഒരു പൊട്ടൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത് ഏത് മുന്നണിയായിരിക്കും എഫക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം കണ്ണൂര് അധികവും OBC വോട്ടേഴ്സ് തന്നെയാണ്, ബാക്കിയുള്ളത് മുസ്ലിം വോട്ടേഴ്സ് ആണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു BJPയുടെ ഒരു വളർച്ച, ഐ മീൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ഇത്തവണ. പക്ഷെ മറ്റു മുന്നണികൾ എന്താ പറയാ 3000 മണ്ഡലങ്ങളും നിർത്തിയിട്ടില്ല. അങ്ങനെ പല പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഒരുവിധം എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ BJPക്ക് ആയിട്ടുണ്ട് ഇത്തവണ. അപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അവിടെ ഒരു വളർച്ച ഉണ്ടായാൽ അത് ഏത് മുന്നണിയായിരിക്കും സാരമായി ബാധിക്കുക എന്നുള്ളൊരു ചോദ്യം. ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ പെട്ടെന്ന് ഞാൻ പറയാം, ധനരാജൻ പറയണം. കണ്ണൂർ കോർപ്പറേഷനിൽ UDFന് ഒരു അപ്പർ ഹാൻഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അർബൻ മേഖലയിൽ, കണ്ണൂർ അർബൻ മേഖലയിൽ പരമ്പരാഗതമായ UDFന് സപ്പോർട്ട് ബേസും ഉണ്ട്. അതേസമയം ഗ്രാമങ്ങളിൽ അങ്ങനെയല്ല, പാർട്ടി ഗ്രാമങ്ങളാണുള്ളത്. അവിടെ LDF വളരെ ശക്തമാണ്. ആ ശക്തിയെ വെല്ലുവിളിക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലൊന്നും BJP എത്തിയിട്ടില്ല. ഇപ്പോൾ കാസർഗോഡും കണ്ണൂർ ജില്ലകളിലും എല്ലാം നമ്മൾ നോക്കിയാൽ പാർട്ടി വില്ലേജുകൾ വളരെയധികം CPM-നുണ്ട്. അതൊന്നും ശോഷിച്ചു പോയിട്ടില്ല. BJP കേഡർ പ്രവർത്തനം കൊണ്ട് അവർക്കും കുറച്ച് പാർട്ടി ഗ്രാമങ്ങളുണ്ട്. പക്ഷെ അത് LDF-ഉമായി താരതമ്യം ചെയ്യാത്ത രീതിയിൽ ദുർബലമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ റീഡിങ്ങിൽ കണ്ണൂർ ജില്ല LDF-നോട് തന്നെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ കോർപ്പറേഷൻ്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അത് UDF-ന് അനുകൂലമായി വന്നാൽ അത്ഭുതപ്പെടാനില്ല. പ്രത്യേകിച്ച് അവിടുത്തെ മുസ്ലിം വോട്ട്സ് UDF-ലേക്ക് വരുമ്പോൾ അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ആ തിയറി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹിന്ദു ബേസ് ഉള്ളൊരു ലെഫ്റ്റ് പാർട്ടിയാണ് CPM. നല്ല ശക്തമായ ഹിന്ദു ബേസ് ഉള്ള ലെഫ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 60%, 65%, 100 വോട്ട് ലെഫ്റ്റിന് വരുന്നുണ്ടെങ്കിൽ 60 to 65% വരുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. അപ്പം അതിൽ തന്നെ OBC ഭാഗത്ത് നല്ലൊരു ഭാഗം OBC ഭാഗത്ത്. പക്ഷെ അത് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട്, റീജിയൻ വൈസ് ആയിട്ട് അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്കത് ആൾ ഓവർ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ BJP നന്നായിട്ട് പെർഫോം ചെയ്തപ്പോൾ പോലും LDF അധികാരത്തിൽ വന്നൊരു ഉദാഹരണമാണ് 87-ലെ തെരഞ്ഞെടുപ്പ്. 87-ല് LDF ഒരു ജാതി മുന്നണിയൊന്നും ചേർക്കാതെ തനിച്ചു നിന്ന് വളരെ ലെഫ്റ്റ് പാർട്ടീസ് മാത്രം നിന്നൊരു അലയൻസ് ആയിരുന്നു. അന്ന് ആരും പ്രതീക്ഷയില്ല ലെഫ്റ്റ് ജയിക്കുക. അന്ന് ലെഫ്റ്റ് ജയിച്ചു എന്ന് മാത്രമല്ല, BJP 2-3% നിന്ന് 8% വരെ വോട്ട് പിടിക്കുകയും ചെയ്തു അന്നത്തെ സാഹചര്യത്തിൽ. ഹിന്ദു വോട്ട്സിൽ BJPക്ക് വർധനവുണ്ടായപ്പോഴും ലെഫ്റ്റ് ജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസം കേരള പൊളിറ്റിക്സിൽ ഉണ്ടായി. അതുപോലെ ഇറോഷൻ ഓഫ് ഹിന്ദു വോട്ട്സ് ലെഫ്റ്റിനെ തോൽപ്പിക്കുമെന്നുള്ള തിയറി 87-ൽ തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിനെ മാധ്യമ ലോകത്തൊക്കെ അവർ കൊണ്ടുവന്ന വേറൊരു തിയറി പറഞ്ഞത് അതൊരു ലെഫ്റ്റ് ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ലൈൻ എടുത്താണ് അങ്ങനെ ജയിച്ചത്. അങ്ങനെ ആ തിയറി ശരിയാണെങ്കിൽ എങ്ങനെയാണ് BJPയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചത്? BJPയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് സോഫ്റ്റ് ഹിന്ദുത്വ വോട്ട് പോകില്ല. ആ തിയറി അന്നേ അത് തകർക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിന്, ഗൗതം ചോദിച്ച ചോദ്യത്തിന്, കണ്ണൂർ ജില്ലയിൽ എനിക്ക് തോന്നുന്നത് ലെഫ്റ്റിന് ആധിപത്യം തുടരും. പക്ഷേ കോർപ്പറേഷനിൽ UDF-ന് വലിയ സാധ്യത കാണുന്നു. ഡോക്ടർ ധനുവിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടർ ധനരാജനും കമന്റേയും കാണും. പക്ഷേ ഈ വടക്കൻ ജില്ലകളിൽ വളരെ അതിശയകരമായ രീതിയിൽ BJP ധാരാളം സീറ്റുകളിൽ മത്സരിക്കുന്നില്ല, കണ്ണൂർ ഉൾപ്പെടെ. മലപ്പുറത്തെ 800 സീറ്റുകൾ അവര് മത്സരിക്കുന്നില്ല.
അതുപോലെ കാസർഗോഡ്, കോഴിക്കോടൊക്കെ. അപ്പൊ ഇത് എന്തായിരിക്കും അതിന് കാരണം? ഒരു ആരോപണം, ഞാൻ ആരോപണം എന്നേ പറയുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള ധാരണ UDF ആയിട്ടോ LDF ആയിട്ടോ, അവർ പറയുന്നത് LDF പറയുന്നത് UDF ആയിട്ടുണ്ടെന്നാണ്. കാരണം എന്ത് പറഞ്ഞാലും നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റി അറിയാം. രണ്ടുപേരുടെ മെയിൻ ഓപ്പോസിഷൻ ലെഫ്റ്റ് CPM ആണ്. CPM-നെ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ആവശ്യമാണ് രണ്ടുപേർക്ക്. അതുകൊണ്ടാണോ? കാരണം അതുകൊണ്ട് തന്നെ BJP-യുടെ വോട്ടിംഗ് പെർസെൻറ്റേജിൽ എനിക്ക് തോന്നുന്നു BJP പോലെ ഒരു ദേശീയ പാർട്ടി വളരെ ശക്തമായ നിലയിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവർ മത്സരിക്കാൻ? അവർക്ക് റിസോഴ്സസിന്റെ ഒരു കുറവുണ്ടായില്ല, അണികളുടെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ക്ഷാമം ഉണ്ടാവും തോന്നുന്നില്ല. ഒന്നത് ഞാൻ വേറെ ചില ഇതിലേക്ക് കിടക്കുന്നില്ല, കാരണം ഈ ചോദ്യങ്ങളുണ്ട്, അവിടെ കഴിയട്ടെ. പ്ലീസ് BJP 3000 സീറ്റുകളിൽ മത്സരിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ നിന്നും അതിൽ കൂടുതൽ സീറ്റുകളും നോർത്തേൺ കേരള സൈഡിൽ തന്നെയാണെന്നും പറയുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന്, AP അബ്ദുള്ള കുട്ടിയുടെ പ്രവേശനം. പ്രവേശനം ഒരു താര പ്രചാരകൻ എന്നതിനേക്കാളും കൂടുതലായിട്ട് ഒരു മെസ്സേജ് BJP നോർത്തേൺ കേരളയിൽ കൊടുക്കാൻ. അതോടൊപ്പം തന്നെ അവർ നാഷണൽ ലെവലിൽ തന്നെ ഒന്ന് രണ്ട് സ്ഥാനാർത്ഥികളെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. താമര ചിഹ്നത്തില് മുസ്ലിം സ്ത്രീകൾ അല്ലെങ്കിൽ യുവതികൾ മത്സരിക്കുന്നു എന്നുള്ളതും അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ പല വൈറലായിട്ട് അവർ കൊണ്ടാടുന്നുണ്ട്. അപ്പോ ഒന്ന് എനിക്ക് തോന്നുന്നത് ആ ഒരു കേരളത്തിലെ പൊളിറ്റിക്സില് BJP-യുടെ മുന്നോട്ടുള്ള പോക്ക് ഗോപകുമാർ സാർ പറഞ്ഞ പോലെ തന്നെ ഹിന്ദു ബേസ്ഡ് അപ്പർ കാസ്റ്റ് ഇതിലൂടെ മാത്രം അവർക്ക് മുന്നോട്ട് പോകില്ല. അത് ഏതാണ്ട് സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട് ആ ഒരു ഷെയർ. അപ്പോൾ ഒന്നെങ്കിൽ OBC ലെവലിൽ OBC വോട്ട് ചെയ്യണം, പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ അവർക്ക് കിട്ടണം. ഇവിടെ മലബാറിലുള്ളൊരു കാര്യം ഈഴവയുടെ വിഭാഗം അത് പരമ്പരാഗതമായി LDF-നെ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോ അവിടെ ആ ഒരു ഇക്വേഷൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തണമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ചില നീക്കുപോക്കുകൾ അവരവിടെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരവിടെ ഇലക്ഷന് അവരെ നിർത്താത്തത്, ഈ സ്ഥാനാർത്ഥികളെ നിർത്താത്തത്. ഇവിടെ ഈ മുസ്ലിം ലീഗിലുള്ള ഒരു കൺസോളിഡേഷനും കൂടി ഞാനിപ്പോ കഴിഞ്ഞ ദിവസത്തെ ഹൈദരാബാദ് ഇലക്ഷൻ റിസൾട്ട് എങ്ങനെയാണ് കേരളത്തിൽ പ്രതിഫലിക്കുന്നത് നോർത്തേൺ കേരളയിലുള്ള ചില ആൾക്കാരുമായി സംസാരിച്ചപ്പോൾ അവരൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. അവർ ശ്രദ്ധിക്കുന്നുണ്ട്, അവരുടെ OWൈസിയുടെ വിജയം ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നോർത്തേൺ കേരളയിൽ ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത ഇന്നത്തെ IUML ലീഡർഷിപ്പിനോടുള്ള പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിലുള്ള ഒരു എന്താ പറയാ വിയോജിപ്പോ അല്ലെങ്കിൽ അവരതിന് മോട്ടിവേറ്റഡ് അല്ല, ആ ലീഡർഷിപ്പിനെ അവർ അംഗീകരിക്കുന്നില്ലാത്ത രീതിയിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വെൽഫെയർ പാർട്ടിയുമായിട്ട് ഗ്രൂപ്പുകളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഇപ്പോഴത്തെ ചില ജയപരാജയങ്ങളുടെ അപ്പുറത്തായിട്ട് കേരളത്തിലെ പൊളിറ്റിക്സിനെ തന്നെ മൊത്തത്തിലുള്ള പൊളിറ്റിക്സിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് അത് മാറാം. അതെങ്ങനെയാന്ന് വെച്ചാല് ഈ ഇതുവരെ IUML എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയുടെ റെപ്രസെന്റേഷൻ കൂടി പവറിൽ വരുന്നതായിരുന്നു. ഈ CAA പ്രൊട്ടസ്റ്റിന് ശേഷം അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന നാഷണൽ ലെവലിലുള്ള പല കാരണങ്ങളും കൊണ്ട് തന്നെ ഇപ്പോഴത്തെ രീതിയിൽ കമ്മ്യൂണിറ്റി, ഞാൻ പലരുമായിട്ട് സംസാരിക്കാൻ എനിക്ക് മനസ്സിലാവുന്നത് അവരുടെ പവറിനേക്കാളും കൂടുതലായിട്ട് അവരുടെ എക്സിസ്റ്റൻസിനെ തന്നെയാണ് കൂടുതലായിട്ട് പ്രാധാന്യം. ആ എക്സിസ്റ്റൻസിന്റെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ എക്സിസ്റ്റൻസ് നെഗറ്റീവായിട്ട് എടുക്കേണ്ട, അത് അവര് ദിനം പ്രതി അവര് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, ചലഞ്ചസ്, അതിനെ എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യാൻ ഇന്നത്തെ IUML ലീഡർഷിപ്പിന് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പറ്റുന്നുണ്ട്. അതായത് അവർക്ക് 2-3 MP-മാരുണ്ട്, അവർക്ക് എത്രത്തോളം പറ്റുന്നുണ്ടെന്നുള്ള ചോദ്യം പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് EK സുന്നി വിഭാഗം ഈ തെരഞ്ഞെടുപ്പില് അവര് പ്രത്യക്ഷമായി തന്നെ IUML ലീഡർഷിപ്പിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു.
അപ്പൊ ആ ഒരു വിഭാഗം എങ്ങനെയാണ് വോട്ട്, അവരുടെ വോട്ട് എങ്ങോട്ടാണ് പോകുന്നത്, എന്തായാലും ബി ജെ പിക്കലും പോവില്ല. പക്ഷെ ആ ഒരു കൺസോളിഡേഷൻ ഏത് രീതിയിലേക്ക് മാറി ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളതും വളരെ പ്രസക്തമായൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായും ഞാൻ എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടവ് നയമാണ് ബി ജെ പി എടുത്തിരിക്കുന്ന കാര്യത്തിലും എനിക്ക് 100% ഉറപ്പില്ല. നീക്കുപോക്കുകൾ ഒരുപക്ഷെ പ്രാദേശിക തലത്തിൽ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അതേപോലെ തന്നെ ഒരുപക്ഷെ ഈ പറയുന്ന താമര ചിഹ്നത്തിൽ കുറച്ച് സ്ഥാനാർത്ഥികളൊക്കെ ജയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതൊരു ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കാനും അവർക്ക് ശ്രദ്ധ പിടിച്ചു പറ്റാനും അത് സഹായിക്കും ബി ജെ പിയുടെ ഇന്നത്തെ ഒരു നാഷണൽ പൊസിഷനിങ്ങിനെ സംബന്ധിച്ച്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഇതുവരെയുള്ള റീഡിങ്. പിന്നെ കണ്ണൂരത്തെ കാര്യം മുമ്പ് ചോദിച്ചു. കണ്ണൂര് ശക്തമായൊരു ഫൈറ്റ് ബി ജെ പി കാഴ്ചവെക്കുന്നുണ്ടാണ് നഗരസഭയ്ക്ക്. മാത്രമല്ല ഈ മലബാർ റീജിയനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മലപ്പുറം വളരെ അർബനൈസ്ഡ് ആയിട്ടുള്ളൊരു ഒരു ഡിസ്ട്രിക്റ്റാണ്. പക്ഷേ ഈ അടുത്തടുത്തുള്ള UN എസ്റ്റിമേറ്റ് വന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ അർബനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ് മലപ്പുറം എന്ന് പറയേണ്ടായി. ഏകദേശം 70% അർബനൈസ്ഡ് ആണ്. ഈ അർബൻ വോട്ട് ബാങ്കിലാണ്, അർബൻ മിഡിൽ ക്ലാസ് വോട്ട് ബാങ്കിലാണ് രാജ്യത്ത് മറ്റു ഭാഗങ്ങളിൽ കാണുന്നത് പോലെ ബി ജെ പിയുടെ ഇവിടെ കേരളത്തിലും ഇവിടെയാണ് ഈ വോട്ട് ബാങ്കിലാണ് അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നമുക്ക് മനസ്സിലാവും അവരുടെ ഇടയിലാണ് വോട്ട് കൂടുതലായിട്ടുള്ളത്. അപ്പോ അർബൻ മിഡിൽ ക്ലാസ് കൂടുതലായിട്ട് നോർത്തേൺ മലബാറിൽ ഒരുപക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റിനെ മാറ്റി നിർത്തി നമ്മളൊരു ഒരു കൺസോളിഡേഷൻ വോട്ട് ബാങ്ക് നോക്കിയിരുന്നെങ്കിൽ ബി ജെ പിയുടെ അനുകൂലമായ ചില ഘടകങ്ങളും ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അവരവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഗൗതം വേറെ സാർ, അവസാനമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും കൂടി എടുക്കുകയാണ്. അതൊരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഇടത്തേക്കുള്ള ഒരു നീക്കവും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ അതുപോലെ തന്നെ ഒരു പറഞ്ഞു കേട്ടതാണ് അവർ പതുക്കെ ബി ജെ പിയിലേക്ക് അടുക്കുന്നു എന്നൊരു ന്യൂസും. അപ്പോൾ ഇതിന് രണ്ടിനെ പറ്റിയും ഉള്ള ഒരു അഭിപ്രായവും അതിന്റെ സാധ്യതകളും അത് കേരള രാഷ്ട്രീയത്തിൽ ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന എന്താ പറയാ ഓളങ്ങളോ ഓളിളക്കങ്ങൾ എന്തായിരിക്കും ഈ ഒരു സിറ്റുവേഷൻ? അതിങ്ങനെ എത്രത്തോളം സുതാര്യമായി കാണുന്നുണ്ടെന്ന് നമുക്കറിയില്ല, പക്ഷെ സംഭവിക്കുന്നുണ്ടെന്ന് ചില റിപ്പോർട്ടുകളൊക്കെ നമുക്കിങ്ങനെ വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു എന്തായിരിക്കും കേരള രാഷ്ട്രീയത്തിന് അതിന്റെ ഒരു ഇഫക്റ്റ് എന്തായിരിക്കും? ഗോപകുമാർ സാർ എന്തെങ്കിലും? ഗോപകുമാർ സാർ പറയുന്നതിന് എന്റെ ഒന്ന് കമന്റ് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യനോടെ കൂട്ടി പോകാൻ സാറിന് ഇപ്പൊ ധനു പറഞ്ഞത്, ഡോക്ടർ ധനു പറഞ്ഞ വെളിച്ചത്തിൽ ഞാൻ എഗ്രി ചെയ്യാം. ഇവിടെ മലബാർ മുസ്ലിംസിന്റെ ഇടയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്, മാനസികമായ ഒരു എന്താ പറയാ ഒരു ലെഫ്റ്റ് വേർഡ് മൂവ് നടക്കുന്നുണ്ടെന്നാണ് കേട്ടത്. ഇത് കാരണം ഈ CAA ബില്ലിന്റെ കാര്യത്തിൽ UAPയുടെ പാർലമെന്റിൽ ചെയ്തപ്പോൾ മുസ്ലിം ലീഗിന്റെ കോൺഗ്രസിന്റെയൊക്കെ ആറ്റിറ്റ്യൂഡ്, പിന്നെ ഈ പല സ്റ്റുഡന്റ് ലീഡേഴ്സിനെയൊക്കെ മാധ്യമപ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഇൻസിഡന്റലി ഇറ്റ് ഹാപ്പൻ ടു ബി ദ മുസ്ലിംസ്, ഇൻസിഡന്റലി ഓർ ആക്സിഡന്റലി. അപ്പൊ ഇതിന്റെ വികാരം വരുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ കോൺഗ്രസിനോ അതിനെ ചെറുക്കാൻ പറ്റുന്നില്ല. മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പവർഫുള്ളാണ്, പക്ഷേ പഴയ സ്വാധീനം മുസ്ലിം കമ്മ്യൂണിറ്റി ഇടയിൽ ഇല്ല, അത് ചോരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിം ലീഗ് മത്സരിക്കാത്ത സ്ഥലങ്ങളിൽ മുസ്ലിം ജനവിഭാഗം വോട്ട് ചെയ്ത് LDF ആണ്. അത് വളരെ കൃത്യമായിട്ടത് പ്രകടമായി. അപ്പൊ അത് അവിടെ അങ്ങനത്തെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇനി അതിനോട് യോജിച്ച് തന്നെ അതിൽപ്പെടുത്തി എൻ്റെ ഒരു ചോദ്യം കൂടെ വരുന്നത്, ഗോപകുമാർ സാറ് പറഞ്ഞ ആ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചിട്ട് പറയാം. നമ്മളോട് സാധാരണ കേൾക്കുന്നത് UDFന്റെ വോട്ടിലാണ് ചോർച്ച വരുന്നത്, BJPയുടെ വളർച്ച അറ്റ് ദ എക്സ്പെൻസ് ഓഫ് UDF എന്നാണ്. എനിക്കും സാർ പറഞ്ഞവരെ ഒരു വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. LDFന് ചോർച്ച നടക്കുന്നുണ്ട്, LDFന്റെ വോട്ടിലെ ചോർച്ച ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മൾ പരമ്പരാഗതമായിട്ടൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത്, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ പറയുന്നത്, അവിടെ ഈ ക്ലാസ് അല്ല പഠിച്ചാലും ചെയ്യുന്നത്. ഇപ്പോ കമ്മ്യൂണലായിട്ട് കൂടുതൽ ചിന്തിച്ചു തുടങ്ങി ആൾക്കാർ. നിങ്ങളെ
എന്താ സോഷ്യൽ ഡെവലപ്മെന്റ് ഒരു സ്റ്റേജിലേക്ക് വരും തോറും ഇതൊരു റിപ്ലേസ് ചെയ്യുന്ന ലൈറ്റർ സെൻസ് മാർക്സ് ഇസ് നോ മോർ ദാൻ ഗോഡ്. വിശപ്പ് തീർന്നാൽ പിന്നെ അത് പോകും. വേറെ മെനി അതർ ഗോഡ്സ്. എൻ്റെ ഒരു കമന്റാണ്. അപ്പോൾ നമ്മുടെ ഈ കേരളത്തില് ഞാൻ വർഗീയതയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന പേര് സാമുദായികത്വം രാഷ്ട്രീയത്തിലേക്ക് കൂടുന്നുണ്ടെന്ന് രീതി എൻ്റെ മനസ്സിലാക്കും. മലബാറില് എന്തുകൊണ്ട് IUML വെൽഫെയർ പാർട്ടി അവര് പരസ്യമായിട്ട് മാറ്റം ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു വിഭാഗം ശക്തമായിട്ട് അവര് ഈ സംബന്ധത്തെ എതിർക്കാൻ പറ്റുന്നില്ല. കാരണം മുസ്ലിം ലീഗിൽ മുസ്ലിം സമുദായത്തിലെ റാഡിക്കൽ എലമെന്റ്സിനെ പിടിച്ചാലേ അവർക്ക് രക്ഷയുള്ളൂ. അപ്പൊ ഇതൊരു ഒരു 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 അല്പം അപകടകരമായ ഒരു നീക്കമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇപ്പൊ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനി കാര്യം നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തു. അത് വ്യാപകമാണെന്ന് ഞാൻ പറയാം. ഒരു ആന്റി ഇസ്ലാമിക് ഫോബിയ സോഷ്യൽ മീഡിയയിൽ കൂടി വിടുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, സമയമില്ല, പിന്നെ ചർച്ച ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഈ ഒരു ഒരു റീഅലൈൻമെന്റ് അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ സ്പേസിൽ ലാൻഡ്സ്കേപ്പിൽ വരുന്നതിനുള്ള മാറ്റം മലബാറിലേത് തിരുവിതാംകൂറിലെ സംഭവ വികാസങ്ങളും മനുഷ്യരുടെ മനസ്സിലേക്ക് കൂടുതൽ നമ്മൾ ഇതുവരെ BJP-നെയാണ് എന്താ പറയുക കമ്മ്യൂണൽ പാർട്ടി അല്ലെങ്കിൽ അവരിലെ വർഗീയത ഉള്ളൂ തോന്നുന്നു. അല്ല, ഒരു പക്ഷെ അതുകൊണ്ടുകൂടെ ആയിരിക്കാം എന്തോ കേരളത്തിൽ ഇപ്പൊ ഈ ഒരു ചിന്ത കൂടുതലായിട്ട് വരുന്നുണ്ടെന്നാണ് എൻ്റെ വീര്യം. That may not be an absolute fact, but I think there is an apprehension. ഇതിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഗോകുമാർ സാറ് ഞാൻ ശ്രദ്ധിക്കായിരുന്നു. അതിന്റെ കൂടെ സാർ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി അത് ധനോട് പ്രതികരിക്കാൻ ഈ സാർ പറഞ്ഞു കേരള കോൺഗ്രസ് എമ്മിന്റെ മാറ്റം അവരെ UDF-ൽ നിന്ന് LDF-ലേക്ക് മാറി. അത് വലിയ ഒരു ഇമ്പാക്റ്റ് തിരുവിതാംകൂർ ഭാഗത്ത്, സെൻട്രൽ തിരുവിതാംകൂർ പ്രത്യേകിച്ച് ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളെ ബാധിക്കും. ഒരുപക്ഷെ ചെറിയ ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിനാണെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷനെ ബാധിക്കുമായിരുന്നു. ബട്ട് ഇൻ ദ ലോങ് റൺ അത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു തോന്നല. അപ്പൊ ദാറ്റ് ഓൾസോ യു കെൻ കമന്റ്. ഇവിടെ ഉയർത്തിയ ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തിയുള്ളതാണ്, ആനുകാലികവുമാണ്. BJP-യെ ചെറുക്കാൻ മുസ്ലിം ന്യൂനപക്ഷത്തിന് പ്രാദേശിക തലത്തിൽ ഇടതുപക്ഷമാണ് കുറച്ചുകൂടി ശക്തിയുള്ളതെന്നുള്ളൊരു തോന്നലാണ് ഈ മുസ്ലിം ലീഗ് ഒഴികെയുള്ള ചെറിയ മുസ്ലിം പാർട്ടികളുടെ ചിന്ത ആ വഴിക്ക് നീങ്ങാൻ കാരണം. പക്ഷേ ഇത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അങ്ങനെ ആയിരുന്നില്ല എന്നുകൂടി ഓർക്കണം. അപ്പോൾ ദേശീയ തലത്തിൽ ഇടതല്ല കോൺഗ്രസ് ആണ് BJP-യെ ചേർക്കാൻ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം ന്യൂനപക്ഷം. പക്ഷെ പ്രാദേശിക തലത്തിൽ അങ്ങനെയല്ല. അത് ഇടതിനോട് ആഭിമുഖ്യം കാണിക്കുന്നൊരു പ്രത്യേകത. അത് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ UDF-ന്റെ കൺവീനറായ MM ഹസൻ വെൽഫെയർ പാർട്ടിയെ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് UDF-ൽ ക്യാമ്പിക്കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ പോവുകയാണെങ്കിലും ഈ പഴയകാലമല്ല, മുസ്ലിം പാർട്ടികൾ അനവധി കേരളത്തിലുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ആയാലും PDP ആയാലും SDP ആയാലും ഇങ്ങനെ തുടങ്ങി അനേകം പാർട്ടികളുണ്ട്. ഇതിൽ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പക്ഷെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആ പ്രതാപകാലമൊക്കെ ഇപ്പോൾ അസ്തമിച്ചു. ആ സ്ഥാനത്ത് കുറച്ച് എക്സ്ട്രീം വ്യൂസ് ഉള്ള മുസ്ലിം പാർട്ടികളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. മാത്രമല്ല നമ്മൾ കൂട്ടി ഓർക്കേണ്ട, ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, മലയാളികളായി ISIS-ൽ പിടിച്ച ആൾക്കാർ കൂടുതലും കേരളത്തിൽ നിന്നുള്ള, ഇന്ത്യക്കാരിൽ കൂടുതലും കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നുകൂടി വായിക്കുമ്പോൾ തീവ്രവാദ സ്വാധീനം ഒരു ചെറിയ വിഭാഗത്തിനിടയിലേക്ക് ഇത് കൊണ്ടുവരാൻ കഴിഞ്ഞത് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച അവർ അപ്പർ കാസ്റ്റ് ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ആൻറ്റി ഇസ്ലാമിക് ഫീലിങ്ങിൻ്റെ ഒരു ധ്വനി ഉണ്ടാക്കാം.
അത് പറഞ്ഞാൽ സവർണ ക്രൈസ്തവൻ വിഭാഗക്കാരുടെയിൽ ഒരു മുസ്ലിം ഭയം ഉണ്ടായി വരുന്നുണ്ട്. ആ വരുന്നത് BJPക്ക് അനുകൂലമായിട്ട് വരുമോ എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചകൾ നമ്മൾ ശ്രദ്ധിച്ചതാണ്. പക്ഷെ എന്തായാലും തീവ്രവാദ രാഷ്ട്രീയം കേരളത്തിൽ വരുന്നത് അപകടം തന്നെയാണ്. അങ്ങനെ വരുന്ന തീവ്രവാദ രാഷ്ട്രീയം മധ്യ തിരുവിതാംകൂർ മേഖലയിലും മലബാർ മേഖലയിലും ഒക്കെ വളരുന്നത് മറ്റു വിഭാഗക്കാർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് മുതലെടുക്കുന്നത് മുന്നണി രാഷ്ട്രീയത്തിന്റെ ഫ്രെയിംവർക്കിൽ കൂടി ആയിരിക്കില്ല പലപ്പോഴും അതാണ് വിശ്വസിക്കുക. പക്ഷേ ഈ ഗ്രൂപ്പുകൾ ചെയ്യുന്നത് ദേശീയ തെരഞ്ഞെടുപ്പിൽ ഒരു പാറ്റേണും പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പാറ്റേണും. ഇപ്പോൾ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഇടതിനോടൊപ്പമാണ് ഈ ഗ്രൂപ്പുകൾ പോകുന്നതെങ്കിൽ അത് UDFന് ക്ഷീണമുണ്ടാകും. അപ്പോൾ പുറമെ പിന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചു. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ കോട്ടയം ജില്ലയിലും പാല അങ്ങനെ തുടങ്ങിയ മേഖലയിലൊക്കെയാണ് മാണി ഗ്രൂപ്പ് UDF വിട്ടതിൻ്റെ നഷ്ടം ഒരുപക്ഷെ കാണാൻ കൂടുതൽ UDFന് അനുഭവിക്കേണ്ടി വരുന്നത്. അത് അത്രത്തോളം ഇടുക്കി ജില്ലയിൽ കാണത്തില്ല. കാരണം ജോസഫിൻ്റെ ശക്തിയായ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തോടുള്ള സിമ്പതിയുള്ള എലിമെൻസ് തീർച്ചയായിട്ടും ജോസ് കെ മാണി ഇടതുപക്ഷത്തോട് പോയതിനെ പ്രതിഷേധിക്കുന്ന ഒരു വിഭാഗവും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതിൻ്റെ നഷ്ടം അന്തിമമായിട്ട് ജോസ് കെ മാണിക്ക് ആയിരിക്കും. അങ്ങോട്ട് വോട്ട് കൊടുത്തു, തിരിച്ചിങ്ങോട്ട് എത്ര കിട്ടും എന്നുള്ള കാര്യത്തിൽ ജോസ് കെ മാണിക്ക് ഉറപ്പില്ലാതാവുന്നൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ തിരിച്ചേക്ക് UDFിലേക്ക് വന്നുകൂടാനുള്ള സാധ്യതയും ഭാവിയിൽ കാണേണ്ടതാണ്. അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രഞ്ച് പൊളിറ്റിക്സുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ മാണി ഗ്രൂപ്പ് പോയത്, ജോസ് കെ മാണിയുടെ പോയത്, ആ പോയതിനെ വലിയ പ്രസക്തി ഞാൻ കാണുന്നത് കോട്ടയം ജില്ലയിലാണ്, പത്തനംതിട്ടയിലെ ചില മേഖലകൾ, ഇടുക്കിയിലെ ചില മേഖലകൾ. പക്ഷേ അത് UDFന് ദോഷം ചെയ്യാൻ പോകുന്നത് കോട്ടയം ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ ഇപ്പോഴും UDFന് നേട്ടമുണ്ട്. പത്തനംതിട്ടയിൽ തീർച്ചയായിട്ടും നേട്ടമുണ്ടാക്കാൻ കഴിയും UDFന് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാണി ഗ്രൂപ്പിൻ്റെ ജോസ് കെ മാണിയുടെ ശക്തി കോട്ടയം ജില്ലയിൽ UDFന് ദോഷം ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീം പൊസിഷൻ, രണ്ടാമത് പറഞ്ഞത് ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സ് ആണ്. പക്ഷേ ആദ്യം പറഞ്ഞത് ഇലക്ട്രൽ പൊളിറ്റിക്സ് അല്ല, അതിന് കുറച്ചുകൂടി ഒരു നാഷണൽ ഡയമെൻഷനും ഇന്റർനാഷണൽ ഡയമെൻഷനുമാണ് ഉണ്ടായത്. പക്ഷെ അപ്പോഴും നമ്മൾ കാണുന്നത് ഈ ഗെയിം കളിക്കുമ്പോൾ ആൻറ്റി IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് യോജിക്കാത്ത മറ്റ് മുസ്ലിം പാർട്ടികൾ ഇടതിനോടൊപ്പം പോകുന്നത് പ്രാദേശിക തിരഞ്ഞെടുപ്പിലും സംസ്ഥാന തിരഞ്ഞെടുപ്പിലുമാണ്. INL ഉൾപ്പെടെ. ഒരുപക്ഷെ അവർ പോകുന്നതിൻ്റെ പിറകിൽ ഒരു ലക്ഷ്യവും കാണും. കാര്യം സംസ്ഥാന രാഷ്ട്രീയത്തിലുള്ള ഭരണത്തിൽ സ്വാധീനിക്കാൻ കഴിയും. മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിൽ മറ്റു ചില വകുപ്പുകളൊക്കെ കിട്ടും. അതുമല്ലെങ്കിൽ നിയമസമാധാന പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നേരിടാനുള്ള സാധ്യത, വിഷമങ്ങളൊക്കെ വരുമ്പോൾ ലെഫ്റ്റ് ഗവൺമെൻറ് സഹായിക്കുന്ന പ്രതീക്ഷയായിരിക്കാം അത് അവരെ ആ നിലയ്ക്ക് കൊണ്ടുപോകും. പക്ഷേ അത്ഭുതകരമായിട്ട് കാണാം, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവരെല്ലാം ഒരു വലിയൊരു ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് UDFനെ സഹായിച്ച് വിജയിപ്പിച്ചത്. ഈ പാർലമെന്റ് പൊളിറ്റിക്സ് പോലെയല്ല സ്റ്റേറ്റ് പൊളിറ്റിക്സും ലോക്കൽ പൊളിറ്റിക്സും എന്നുള്ളതിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് ഈ ബിഹേവിയറിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ IUML അതിൻ്റെ ശക്തി പുനരാവിഷ്കരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇന്നിപ്പോൾ ഘടനാപരമായി UDFനെ കോൺഗ്രസിനെ സഹായിക്കാൻ IUML മാത്രമേ പ്രസക്തമായിട്ടുള്ളൂ. മറ്റു വലിയ ജോസഫ് ഗ്രൂപ്പ് അത് കഴിഞ്ഞാൽ കുറച്ച് താഴെ വരും എന്നുള്ളതാണ്. IUML കുറച്ചുകൂടി വിപുലമായി വളർന്നാലേ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒഴുക്ക് UDFിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് തടയാൻ കഴിയുള്ളൂ. അത് വലിയ എക്സ്റ്റെൻറ്റ് വരെ IUMLന്റെ പ്രവർത്തനത്തിലാണ് അതിൻ്റെ ഭാവി ഇരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ധനുവിന് എന്തെങ്കിലും ആഡ് ചെയ്യാൻ? കേരള കോൺഗ്രസ് എല്ലാ കാലത്തും UDFിനൊപ്പം നിന്നപ്പോൾ മാത്രമാണ് അവർക്ക് മെച്ചം ഉണ്ടായിട്ടുള്ളത്. LDFിന്റെ ഒപ്പം നിന്നപ്പോൾ അവരുടെ പ്രമുഖരായ നേതാക്കന്മാർ പോലും തോറ്റിട്ടുള്ള ചരിത്രമാണ്. നിയമസഭ ഇലക്ഷന്റെ കാര്യമാണ് ഇവിടെ. ഈ ലോക്കൽ ഇലക്ഷനിൽ പ്രാദേശികമായി ഒരുപക്ഷെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ 100-200 വോട്ടുകളൊക്കെ ഒരു വിജയത്തിന് കാരണമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നതനുസരിച്ചായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു കേരള കോൺഗ്രസ് എമ്മിന് പ്രാദേശിക തലത്തില് വർക്ക് ചെയ്യാൻ എത്രത്തോളം വർക്ക് ഫോഴ്സ് കേഡർ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയം. കാരണം വീണ്ടും നമ്മുടെ ഒരു ഒബ്സർവേഷനിൽ പല സ്ഥലങ്ങളിലും അവർ വളരെ സ്ട്രഗിൾ ചെയ്യുകയാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം,
ട്രഡീഷണൽ ആയിട്ട് LDFന് വോട്ട് ചെയ്ത ആൾക്കാർ, അതായത് ഉറച്ച പാർട്ടി വർക്കേഴ്സ്, അവരെത്രത്തോളം KCMന് ജോസ് കെ മാണി പക്ഷത്തിന് വോട്ട് ചെയ്യും എന്നുള്ളതിലും സംശയമുണ്ട്, പല സ്ഥലങ്ങളിലും സംശയമുണ്ട്. അതേപോലെ തന്നെ തിരിച്ചും ക്രിസ്ത്യൻ വോട്ട് ബാങ്ക്, KCMന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് എത്രത്തോളം അവരുടെ എത്ര പേർ കേരള കോൺഗ്രസിന് LDFന് വോട്ട് ചെയ്യുന്നു. പക്ഷെ ഇതെല്ലാം അതാത് സ്ഥലങ്ങളിലെ പ്രാദേശിക തലത്തിലുള്ള അവരുടെ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവത്തെ കൂടി അനുസരിച്ചതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇതിനപ്പുറത്തേക്ക് സംസ്ഥാന ഇലക്ഷനിലേക്ക് വരുമ്പോൾ ഇതിനപ്പുറത്തേക്ക് ഇന്നത്തെ രീതിയിൽ ജോസ് കെ മാണി പക്ഷിക്കുകയാണെങ്കിൽ ഇതിന് വലിയ രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ കോട്ടയം ജില്ലാ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഇടുക്കിയിലൊക്കെ കുറച്ച് ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷെ അതിനപ്പുറം ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവർക്ക് അത്രത്തോളം ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഗോപകുമാർ സാർ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഈ ഇലക്ഷന് ശേഷം ഒരുപാട് പൊളിറ്റിക്കൽ റീഅലൈൻമെന്റ് വീണ്ടും നടന്നേക്കാം കേരളത്തിൽ. ജോസ് കെ മാണിയുടെ ഭാഗത്ത് മാത്രമല്ല, ഒരുപക്ഷെ ഈ മൊത്തത്തിലുള്ള വിജയ പരാജയങ്ങള് UDFലും LDFലും ഇൻക്ലൂഡിങ് NDAയിൽ പോലും. കാരണം ചില ആൾക്കാർ ഈ ഇലക്ഷനിലെ BJP എത്രത്തോളം വളരും കേരളത്തിൽ നിന്ന് നോക്കി നിൽക്കുന്നവരും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റാടുന്ന ഒരു രീതി പഴയ കാലത്തെ പോലെ തന്നെ ഇപ്പോഴും ഉണ്ടായേക്കാം ഈ ഇലക്ഷൻ കഴിയും. ഓക്കെ, ഏതായാലും ഒരു കാര്യം നമ്മളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വാസ്തവമുണ്ട്. ഈ ലോക്കൽ ബോഡിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിക്കും. അവരെ അടുത്ത അസംബ്ലിയിലേക്കുള്ള അവരുടെ പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതായത് ചിലർ വലിയ എന്താ പറയുക, വലിയ മാറ്റങ്ങൾ ഉന്നയിക്കുന്ന റിപ്പിൾസെങ്കിലും ഈ മുന്നണികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ധനു പറഞ്ഞ പോയിന്റ് ശരി, അബ്സല്യൂട്ട്ലി ഞാനിപ്പോൾ ഗോപകുമാർ സാറൊക്കെ പറഞ്ഞത് യോജിക്കുന്ന ആളാണ്. കേരള കോൺഗ്രസിന്റെ ഇലക്ട്രോൺ നേച്ചർ പറഞ്ഞാൽ അവരുടെ വോട്ടേഴ്സിന്റെ സ്വഭാവം pro-UDF ആണ് ബൈ ആൻഡ് ലാർജ്. അതിപ്പോൾ അവർ LDFിലേക്ക് മാറ്റമുണ്ടെന്നും പ്രത്യേകിച്ച് കിട്ടാനില്ല. തന്നെയല്ല, ഇപ്പം കേരള കോൺഗ്രസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അനുയായികൾ തീരെ കുറഞ്ഞു. ഇപ്പോ കുറച്ച് സിംഗിളികളായിട്ടുള്ള ലീഡേഴ്സിനെ കിട്ടും. അപ്പൊ അവർ രണ്ട് ഗ്രൂപ്പോ കഴിഞ്ഞാലും വ്യത്യാസം രണ്ടുപേർക്കും ഉണ്ടാകാത്ത അവസ്ഥ വരെയായി. പക്ഷേ ബൈ ആൻഡ് ലാർജ് pro-UDF. അതുകൊണ്ട് LDFന് ക്വാണ്ടിറ്റേറ്റീവ് ഗുണമില്ല, എന്നാൽ ക്വാളിറ്റേറ്റീവ് ദോഷം ഉണ്ടാവുകയും ചെയ്യും. അതാണ് എൻ്റെ ഒരു ഇവാലുവേഷൻ. തൽക്കാലം ചർച്ചയിൽ പങ്കെടുത്ത നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? കുറച്ച് നമ്മൾ ടൈം ഓവർഷൂട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യുമെന്ന് കരുതുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ചർച്ച കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചു തോന്നുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള പുതിയ ഇലക്ഷൻ റിലേറ്റഡ് വീഡിയോസുമായി നമ്മൾ ഇനിയും വരും. അതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.